ഇതിന് 8,000 രൂപയാണ് വില. ഈ ഒരു റിങ്ങിന് 8,000 രൂപ. ഇതിപ്പോ ബ്രഹ്മയോതിൽ തിങ്സ് ആയിട്ട് ഞാൻ സോഴ്സ് ചെയ്ത കുറച്ച് കളക്ഷൻസ് ആണ്. ഇതിന് 8 രൂപ 9 രൂപ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാപ്പ് തൊട്ടിട്ട് ഈ ഷൂ വരെ എല്ലാം കൂടെ ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരത്തിൽ എത്ര എമൗണ്ട് വരും? ഏകദേശം 50 രൂപ താഴെ. പിന്നെ നമുക്ക് ഈ ഏജിലായാലും യൂത്ത് ഐക്കൺ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് വേറൊരു ആർട്ടിസ്റ്റിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. കൺസിസ്റ്റിംഗ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ എനിക്ക് മമ്മൂക്കയുടെ മാത്രം. മമ്മൂക്ക എല്ലാം ബ്രാൻഡൊന്നുമല്ല യൂസ് ചെയ്യും. മമ്മൂക്ക കസ്റ്റമൈഡ് സാധനങ്ങളാണ് കുറേ യൂസ് ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഇപ്പോഴത്തെ പ്രായത്തിൽ. അങ്ങനെ പിന്നെ പാരഗണിൻ്റെ ചെരുപ്പിട്ടിട്ട് ലൊക്കേഷനിലേക്ക് വരുന്നത്. പാരഗൺ ഭയങ്കര കംഫർട്ടാണ് മമ്മൂക്കയ്ക്ക്. ഇപ്പം ഞാൻ രാജ്സാറിന് ഒരു കോട്ടിനൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ആളുകൾ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇൻഡെപ്തിലേക്ക് എടുത്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റൈലിംഗ് പരിപാടികളൊക്കെയാണ്. ഒരു മുണ്ട്, ഷർട്ട്, അതൊരു യൂണിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു. രാജീവ് സാറിൻ്റെ കഥാപാത്രത്തിനും അതിനകത്ത് ആ മുണ്ടും ഷർട്ടും ഒക്കെ അങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. റോൾസ് റോയ്സിൽ അങ്ങനത്തെ ഒരു ലുക്കിലൊക്കെ വരുമ്പോൾ വരുന്നൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ യക്ഷീനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു. റിസർച്ച് ചെയ്തു, ഞാൻ പോയി അത് ഉണ്ടാക്കി, ഡൂപ്പ് നെയ്തെടുത്തു. ഓൾമോസ്റ്റ് 8 പ്രാവശ്യം ഞങ്ങൾ ട്രയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 4 പ്രാവശ്യം അമാൽഡേനെ വെച്ച് ട്രയൽ ചെയ്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന വേഷം നാഗവല്ലിയുടെ ബോട്ടം, ഈ പറയുന്ന ഈ ഭരതനാട്യത്തിന്റെ ഒരു വേഷം ഉണ്ടല്ലോ, അക്സസറി കൊണ്ട് മാത്രം സ്റ്റൈൽ ചെയ്ത് പിന്നിട്ട മുടിയൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ലുക്ക് ട്രയൽ ചെയ്തത്. നമ്മൾ ലാസ്റ്റ് പോയിന്റിലാണ് കോളേജിലേക്ക് എത്തിയത്. മിന്നൽ മുരളി പോലുള്ള ഒരു സിനിമ എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്ത രീതി ആദ്യം വേറെ. ദീപാവലി മാമാണ് കംപ്ലീറ്റ്ലി ആ 2 കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടിയിരുന്നത്. മാമിൻ്റെ ഡിസൈൻസിനകത്ത് എന്തൊക്കെ കറക്ഷൻസ് വന്നു, അതല്ലെങ്കിൽ വർക്കുള്ള ബേസിലെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് മേടിച്ചതാണ് സൂപ്പർ ഹീറോ. ചോദിച്ചു മേടിച്ചതാണ്. വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നു. കാരണം ബുദ്ധിമുട്ടല്ല, ഞാൻ അതിനകത്ത് ഫെയിലിയർ ആണെന്ന് മനസ്സിലായത്. കാരണം എക്സ്പീരിയൻസിന്റെ കുറവ് എനിക്ക് അതിന്റെ ഫൈനൽ ഔട്ടിനകത്ത് ഇപ്പം അത് പാളിപ്പോയി, സത്യമായിട്ട് പാളിപ്പോയി. ഒറ്റയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ അവാർഡ് ഷെയർ ചെയ്തത് മാം ഞാനും കൂടി അവാർഡ് ഷെയർ. ഫെയിലിയേഴ്സ് ആണ് നമ്മുടെ ലൈഫിലേക്കുള്ള ഗ്രോപ്പ് തരാം. തോറ്റുപോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് അവിടെ ജയിച്ച് കാണിക്കണം. ഞാൻ അതുകൊണ്ടായിരുന്നു കുറെ നാളൊന്നും നമ്മളിങ്ങനെ വരാതിരുന്നത്. കാരണം എൻ്റെ കറക്റ്റ് സ്പേസ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു 35 ഫിലിംസോളം ഞാൻ ചെയ്തിട്ടുണ്ട്. കെട്ടിയുളാൻ്റെ മാല എന്ന പടത്തില് ആസിഫ് അലി ഒരു ഡ്രസ്സ് ഇടേണ്ട ആളല്ല. കല്യാണത്തിന് മുമ്പുള്ള സീനും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിലിടുന്ന സീനുകളും മൊത്തം ആ നാട്ടും പുറത്തുള്ള ആളുകളുടെ കോസ്റ്റ്യൂംസ് ആണ്. പിന്നെ എൻ്റെ വീട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്ന നൈറ്റിയും അണ്ടർസ്കർട്ട് എല്ലാം പഴയതായിരുന്നു. ഇങ്ങനത്തെ ഒരു ഷർട്ടും കൊണ്ടിട്ട് ആസിക്ക് കാരവാനിൽ നിന്ന് കോസ്റ്റ്യൂം ഇട്ടിട്ട് ആസിക്ക് പോയതിന് ശേഷവും ഫാൻസുകാര് പയ്യന്മാരിങ്ങനെ നോക്കിക്കാണ് ആസിക്ക് പോയിട്ടാന്ന് ചോദിക്കണം. മച്ചാൻ ആസിക്ക് വെച്ചിട്ടുണ്ട്. ആസിക മറ്റേ എല്ലാവരെയും കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന് എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് എൻ്റെ 50% ഞാൻ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർക്കും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിരുന്നു. Hello viewers, welcome to Django Space and welcome to my show On Air with Meenakshi. So in the On Air ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനറെയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ടർബോ, അദ്ദേഹത്തിൻ്റെ ബ്രഹ്മയുഗ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം മിന്നൽ മുരളി ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നോട്ടബിൾ ആയിട്ട് എടുത്തു പറയാനുള്ള വർക്ക്സ്. സോ ഹായ് മെൽവി, വെൽക്കം ടു Django Space. വാവ്, ഞാനുണ്ടല്ലോ വന്ന സമയം തന്നെ കണ്ടത് ഈ കൈകളാണ് ഷെയ്ക്കാൻ കൊടുത്തപ്പോൾ എന്നെ വളരെയധികം മറ്റേ മലയാളത്തിൽ നമ്മൾ എന്നാ പറയുന്നത് ഹഠാത് ആകർഷിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. വാട്ട്സ് ദ തിങ് ഓൺ യുവർ ഹാൻഡ്? ഇത് നമ്മൾ ബ്രഹ്മയോതില് ഒന്ന് കാണിക്കൂ, നമ്മളിങ്ങനെ പറയൂ. ഇതിപ്പോ ബ്രഹ്മയോതില് യക്ഷിക്ക് നമ്മൾ സോഴ്സിങ്ങിന്റെ ഇടയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ തിങ്സ് ആയിട്ട് ഞാൻ സോഴ്സ് ചെയ്ത കുറച്ച് കളക്ഷൻസ് ആണ്. ഇത് ഭവ്യ രമേശ് എന്ന് പറഞ്ഞ ജയ്പൂരിലുള്ളൊരു ഡിസൈനർ ഉണ്ട്. ആള് ഈ പറഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പ് കഴിഞ്ഞ വർഷത്തെ മെറ്റ് ഗാലയിൽ ഒരുപാട് ആക്സസറീസ് ഭവ്യയുടെ പോയിരുന്നു. പിന്നെ ഭവ്യയുടെ പേജിനകത്ത് ഭവ്യയുടെ സ്റ്റൈലിങ്സ് ഭയങ്കര ക്രേസിയാണ്. ഈ പറയുന്ന മാതിരി ഭവ്യ ഡിസൈൻ ചെയ്യുന്ന ജ്വല്ലറീസ് ആയിക്കോട്ടെ. പിന്നെ ഓഫ് കോഴ്സ് മതി. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ ലൈക്ക് ടു വെയർ ഇറ്റ്. ഏത് പേരല്ല ഇടണ്ടേ? എങ്ങനെ വേണില്ല, അത് ഫ്രീ ആണ്. നമ്മുടെ ഹാൻഡ് ആണ് സാധനം. ഇത് എന്തെങ്കിലും പേര് പറയുമോ? അല്ല, അതിനകത്ത് എന്തോ കളക്ഷൻ ഉണ്ട്, ഞാൻ അതിന്റെ നെയിം വിട്ടുപോയി. പക്ഷെ ഭവ്യയുടെ പേജിനകത്ത് ഇതേപോലെ ക്രേസി ആയിട്ടുള്ള ആക്സസറീസ് കുറേ ഉണ്ട്. ഇത് ആക്ച്വലി കഥകളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നെയിൽസ് കഥകളിയിലുണ്ട്, തെയ്യത്തിലുണ്ട്. അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ ഇത്?
അതെ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഭവ്യ അത് കണ്ടതിനെ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭവ്യയുടെ കളക്ഷൻസ് ഈ പറയുന്ന മാതിരി ഒന്ന് ഇൻസ്റ്റയിൽ കാണുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഭവ്യയുടെ കളക്ഷനകത്ത് ഈ പറഞ്ഞ മാതിരി ഗ്ലാസ് കളക്ഷൻസ് ഉണ്ട്, ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഭവ്യ അതിനകത്ത് യൂസ് ചെയ്തത്. And what metal is this? ഇത് എനിക്ക് തോന്നുന്നു നോർമൽ എന്താ പറയുക ബ്രാസോ അങ്ങനെ ആയിരിക്കാം. നോർമൽ ഇപ്പോൾ ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ തിങ് ആണെന്ന് തോന്നുന്നു. ബട്ട് ഇതിന് ഓർണത്തിന് 8,000 രൂപ വാല്യൂ ഉണ്ട്. ഇതിന് ഓർണത്തിന് 8,000 രൂപയാണ് വില. ഈ ഒരു റിങ്ങിന് 8,000 രൂപ. ഇതെന്തോ 5 സെറ്റിന് 5,000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് തന്നെ. ഡിസൈനർ വെയർ ആണ്, എല്ലാം ഡിസൈനർ കളക്ഷൻസ് ആണ്. ഇത് ആളുടെ പേജിൽ മാത്രമാണ് ഇങ്ങനത്തെ കിട്ടുള്ളൂ. പിന്നെ വേറെ കുറെ ക്രേസി പേജുകളുണ്ട്. ബട്ട് എനിക്ക് എന്തോ ഇത് അവിടെ നിന്നാണ് വാങ്ങിയത് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഒരു ഡിസൈനറെ നമ്മുടെ മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ആ ഒരു റിങ്ങിന്റെയും കൈ കിടക്കുന്ന സംഭവങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 13,000 അല്ലേ? മോർ ദാൻ 13,000. ഒരു മോതിരത്തിന്റെ വിലയാണ് 8,000 പറയുന്നത്. അപ്പൊ അങ്ങനെ 3 മോതിരം ഉണ്ട്. അപ്പൊ ഞാൻ കണക്കിൽ മോശമാണ്, ഞാൻ പറഞ്ഞത് 3 × 8 എത്രയാ? 24. 24 + 5 ക്ലോസ് ടു 30K. Oh God, 30,000 രൂപ. കുറച്ചും കൂടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞ മാതിരി ഞാൻ ഇത് സെറ്റ് ആയിട്ടാണ് മേടിച്ചത്. 5 എണ്ണം ഞാൻ എൻ്റെ പേഴ്സണൽ തിങ്സ് ആയിട്ട് മേടിച്ചു. പടത്തിലേക്ക് നമ്മൾ 10 എണ്ണം സോഴ്സ് ചെയ്തിരുന്നു. അതിനാണ് നമ്മൾ പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റിൽ 16 മുണ്ടിന് 10 ലക്ഷം സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. ബട്ട് മുണ്ടിന് മാത്രമല്ല 10 ലക്ഷം ആയത്. ഈ പറഞ്ഞ മാതിരി ആക്സസറീസ്, യക്ഷിയുടെ ക്യാരക്ടറിന് വേണ്ടി മാത്രം നമുക്ക് 3 ലക്ഷം രൂപ ആക്സസറീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അതിനകത്ത് ബബ്ബിക്ക് ഈ കളക്ഷൻസ് മാത്രം 1 lakh ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. 10 റിങ്സ് മേടിച്ചത്. അതെ അതെ, ആ റിങ്സ് മാത്രം പർച്ചേസ് ചെയ്ത് ബാക്കി എല്ലാ ഓർണമെന്റ്സും ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഈ കളക്ഷൻസ് കസ്റ്റമൈസ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് പറ്റണില്ല. ഞാൻ അപ്രോച്ച് ചെയ്ത സ്ഥലങ്ങളിൽ പിന്നെ എനിക്ക് ഒരു ഡിസൈനറുടെ കളക്ഷൻ എൻ്റെ പടത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണെന്ന് തോന്നി. കാരണം അത് യൂണിക് പീസാണ്, നമ്മളിവിടെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ക്രീച്ചറിന്റെ പോലെ ക്യാരക്ടറിന് ഇനിയും ഒരു സ്പേസ് മലയാളത്തിൽ ഉടനെ വരുമെന്ന് എനിക്ക് തോന്നിയില്ല. ദെൻ ഞാനത് രാവിലെ തന്നെ ഷോക്കേസ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഭവ്യയുടെ പേജിനകത്ത്. ഭയങ്കര കുറേ റിങ്സ് ഒക്കെ ഇട്ടിട്ടൊരു ബ്ലാക്ക് മാൻ നിന്നിട്ട് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാവിലെ കൊണ്ട് ഭയങ്കര വർക്കായി. അത് കാരണം അത് സ്കിന്നിലൊക്കെ വെച്ചിട്ട് ഈ നഖം ഇങ്ങനെ ഉരയ്ക്കണ പോലത്തെ ഒരു വീഡിയോ. എനിക്ക് എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയല്ല ഡീപ്പറായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. ബിക്കോസ് സിനിമ കണ്ടപ്പോൾ എനിക്ക് യക്ഷിയ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വരാം. ബട്ട് ഒരു ഡിസൈനറെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചോദിക്കേണ്ടത്? കയ്യിൽ തന്നെ 30,000 രൂപയുടെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോന്നായി ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് വേർച്ച് ചോദിച്ചിട്ട് തന്നെ ഇന്നത്തെ ഈ ഇന്റർവ്യൂ അങ്ങ് കിക്ക് ആസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം കയ്യിൽ കിടക്കുന്നതിന്റെ ഒരു വാല്യൂ പറഞ്ഞു 30,000. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഈ ഒരു ബാംഗിൾ പോലെ ഇരിക്കുന്ന എന്താ ബാംഗിൾസ് ഒക്കെ ഇത് പറയുന്ന മാതിരി നമ്മൾ എന്താ പറയുക ബാംഗിൾസ് തന്നെ. അതിനകത്ത് ഈ ഇതിന്റെ പേര് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഈ പറയുന്ന മാതിരി നമ്മൾ ഈ സോഴ്സിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്യും, പേഴ്സണൽ തിങ്സ് ആയിട്ട്. അത് എനിക്ക് എൻ്റെ വൈഫിനുള്ള ക്രേസാണ്. ഞങ്ങളുടെ വാർഡ്രോബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 ബോക്സ് മൊത്തം ആക്സസറീസ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴായാലും എൻ്റെ ഒരു ബാഗ് ആക്സസറീസ് കൊണ്ട് വന്നു. ഇനിയും ഉണ്ട് കുറെ ആക്സസറീസ് വീട്ടില്. അപ്പോൾ കിട്ടുന്ന മൊത്തം കളക്ട് ചെയ്യും. പിന്നെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഈ സോഴ്സിങ്ങിന് പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ പേഴ്സണൽ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യും. അയ്യോ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മഹാവീരർ എന്ന് പറഞ്ഞ മൂവി ചെയ്തിരുന്നു. ആ ടൈമിൽ രാജസ്ഥാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തതാണ്. രാജസ്ഥാനിലൊക്കെ ചീപ്പ് പ്രൈസ് ആണ് ഇതിന്. എനിക്ക് തോന്നുന്നു ഇത് 200 സംതിങ് അത്രയും ചീപ്പറാണ്. അതും ചീപ്പറാണ്. ഇത് മാത്രമാണ്, ഇത് ഒരു ഡിസൈനറുടെ കളക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും പ്രീമിയം റേറ്റ് വരുന്നത്. അതായത് ഇതിപ്പോ നോർമലി ഇതൊരു ബൾക്ക് പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഇതിന് ഇത്രയും കോസ്റ്റ് വരില്ല. പക്ഷെ ഇത് ഒരു ഡിസൈനർ വെയർ ആണ്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ആളുടെ ബ്രാൻഡ് വാല്യൂ ആണ് ആളെ റിങ്ങിന് ചാർജ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ കയ്യിൽ കിടക്കുന്നതിനൊക്കെ ഒരു 200 ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം. അത് പല റേറ്റ്. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഇത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്തപ്പോ 200, ചിലപ്പോ എറണാകുളത്ത് ഒരു കടയിൽ ഒരു 1000 വരും. പല സ്ഥലത്തുനിന്ന് എടുക്കുന്നതിനനുസരിച്ച്. പിന്നെ ഈ കഴുത്ത് കിടക്കുന്ന ഈ ഒരു റിംഗ് സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലെ ചേച്ചിമാരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ലൈക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പം എന്താണ് അതിന്റെ പേര്? ആൻഡ് ക്യാൻ ഐ നോ ഇറ്റ്സ് വർത്ത്?
അതിൻ്റെ പേരും ഇതേപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ക്രേസി ആയിട്ട് തോന്നുന്ന തിങ്സ്. അതിനിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ. ഇതിന് പേരുണ്ട്, കൃത്യമായിട്ട് എല്ലാത്തിനും പേരുണ്ട്. ചോക്കർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി എന്തോ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ നല്ല ഓർമ്മയിലുണ്ട്, കാരണം ഞാൻ രാജസ്ഥാനിൽ നിന്ന് ഇത് മൊത്തം കളക്ട് ചെയ്യാണ്. കാരണം മഹാവീര്യൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ മഹാവീര്യർ കഴിഞ്ഞ് ബ്രഹ്മയുഗം വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ഈ കണക്ഷൻസ് ഒക്കെ വീണ്ടും കീപ്പ് ചെയ്തിട്ട് എൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 2-3 പേര്. അവരെ കൊണ്ട് കുറേ ഫോട്ടോസ് അയപ്പിച്ച് ഞാൻ കളക്ട് ചെയ്തത്. പിന്നെ എൻ്റെ കൂടെ ജുനൈദ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മയുഗം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കണം. അപ്പോൾ എനിക്ക് സോഴ്സിങ്ങിന് കുറേ പോകാൻ പറ്റില്ല. അപ്പോൾ ജുനൈദിക്ക് ബോംബെയിൽ ഞാൻ ജുനൈദിക്കാനെ വിട്ടിട്ട് അവിടെ നിന്നും എനിക്ക് കുറേ സാധനങ്ങൾ ഫോട്ടോ അയച്ചപ്പോൾ ഞങ്ങളിതൊക്കെ കളക്ട് ചെയ്തു. ഒന്നില്ലെങ്കിൽ പേഴ്സണലി എനിക്ക് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ. ഇത് കൂടുതലും എൻ്റെ പേഴ്സണൽ വാർഡ്രോബ് കളക്ഷനകത്തുള്ളതാണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്രയാണ് കഴുത്തിലിട്ടിരിക്കുന്നതിന്? ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് സോഴ്സിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇതൊക്കെ ഒരു 500 മോസ്റ്റ്ലി അത്രയൊക്കെ വരുള്ളൂ. കാരണം ഇതൊക്കെ ഭയങ്കര ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോർത്തിൽ പോയിട്ട് നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് മേടിച്ചിട്ട് വരാം. എൻ്റെ കയ്യിലുള്ളത് ഇത് മാത്രമേ വാല്യൂ ഉള്ളൂ. ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് അഡിഡാസിന്റെ. അത് ഒറിജിനലാണോ കോപ്പിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ തന്നപ്പോൾ ഹാപ്പി ആയിട്ട് വാങ്ങിച്ചു. എന്നാലും അതിന്റെ ഈ ഒരു മോഡലിന് എത്ര വില വരും എന്നറിയോ ഈ ഷൂസിന്റെ ഇതിന്? ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ കറക്റ്റ് ഇതിന്ന് രാവിലെ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോ ഈ പറഞ്ഞ മാതിരി അതിന്റെ ഒറിജിനൽ OG അല്ല. എന്തായാലും ഞാൻ ഷൂസ് അങ്ങനെ OG ചില ബ്രാൻഡുകൾ എടുക്കാറുണ്ട്, പ്യൂമയിൽ എടുക്കാറുണ്ട്, അഡിഡാസിൽ എനിക്ക് ക്രേസ് ഉണ്ട്. ദെൻ എനിക്ക് ഈ ലുക്കിന് വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഒരാൾ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് നിരസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മേടിച്ചത്. പിന്നെ വൈറ്റി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ സ്റ്റോർ ഉണ്ട് എടപ്പള്ളിയിൽ. കോപ്പി ഷൂസ് ആണ് അവൻ ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇത് കോപ്പി തന്നെ ആയിരിക്കുള്ളൂ. ആ കയ്യില് കിടക്കുന്ന വങ്കി, അതിലൊരു സിംഹത്തിന്റെ തലയൊക്കെ എനിക്ക് കാണാം. ഇതാണോ? ഇത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതിന് അത്യാവശ്യം കാശ് വന്നിട്ടുണ്ട്. ഇതിന് 8-9 രൂപ എങ്ങാണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഈ ചെവിയിൽ കിടക്കുന്ന ഈ 2 സംഭവങ്ങൾ, ഇതിന്റെ ആക്ച്വൽ വാല്യൂ ഭയങ്കര ചീപ്പാണ്. ഇതിനകത്ത് ഈ കയ്യിലുള്ള റിങ്ങും ഈ സാധനവും ഷൂവിനും ഉണ്ടാവും. ഏകദേശം കോപ്പി ആണെങ്കിലും 4 to 5 7A ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നാണ്. 7A ക്വാളിറ്റിയും ഒറിജിനൽ പ്രീമിയം ഉണ്ട്. ദെൻ അത്രയൊക്കെ വരും തോന്നുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ഇതെൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. പിന്നെ ഇതൊക്കെ ഭയങ്കര ചീപ്പാണ്. അത് ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ആയതുകൊണ്ട് നമ്മൾ സോഴ്സിങ്ങിന് പോകുമ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്യണം. ആ ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്യും. ഹോൾസെയിൽ എടുക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്, നമ്മൾ റീറ്റെയിൽ എടുക്കുമ്പോൾ വേറെ റേറ്റാണ്. ദെൻ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ അർമാനിയോ ഗുച്ചിയോ അല്ലെങ്കിൽ ബാലൻസിയാകെ ഇട്ടെങ്കിൽ എനിക്കിപ്പോൾ പറയായിരുന്നു 1 lakh 2 lakh 3 lakhs അല്ലെങ്കിൽ എൻ്റെ ഇതിന്റെ മൊത്തത്തിൽ റേഞ്ച്. ക്യാപ്പ് എന്തെങ്കിലും ബ്രാൻഡിന്റെ ആണോ? ഇതല്ല, ഡിയോറിന്റെ കോപ്പി ആയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് ക്രേസി തോന്നുന്ന കുറച്ച് തിങ്സ് ഉണ്ട്. എനിക്കിതിപ്പോ ഒറിജിനൽ മേടിക്കാനുള്ള ശമ്പളം മേടിക്കുന്ന ഒരു ഡിസൈനർ ആയിട്ടില്ല ഞാൻ. അതിനുള്ള വർത്ത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ പല ആളുകളും ഇവിടെ പ്രീമിയം കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നടക്കുന്നത് അതൊക്കെ കോപ്പി ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു 1 lakhന്റെ ഷർട്ട് ഇടണമെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ വെൽത്തും കൂടി നോക്കണം. നമ്മളിപ്പോൾ ബ്രാൻഡിനെ അഡോപ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷെ ബ്രാൻഡിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതേപോലത്തെ ഫിനാൻഷ്യൽ വെൽത്ത് വേണം. അല്ലെങ്കിൽ ത്രിഫ്റ്റിൻ്റെ ഭയങ്കര ഇച്ചിയും കൂടിയും ഇവിടെ സാധ്യതകൾ കൂടണം. കാരണം അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി വാല്യൂവിൽ വിൽക്കാൻ പറ്റും. പുറമേയൊക്കെ അങ്ങനത്തെ കൾച്ചറുണ്ട്. ബട്ട് ഇവിടെ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് കുറേ ആളുകൾ എല്ലാവരും ഇടുള്ളതെന്നല്ല ഞാൻ പറയണത്. പക്ഷെ കുറേ പേര് അതിങ്ങനെ എല്ലാ ദിവസവും അർമാനി, എല്ലാ ദിവസവും ഗുച്ചിയും ഇതൊക്കെ ഇടുന്ന കാണും. അതിങ്ങനെ അഫോർഡബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ വർത്ത് വെച്ച് നോക്കുമ്പോൾ അതിനെല്ലാം നല്ല പ്രൈസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരു പടത്തിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ നമുക്ക് ഒരു ഔട്ട്ഫിറ്റിന് മൊത്തം ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ലൈഫിൽ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ഡിസൈനറാണ്, എനിക്ക് നാളെ അതേപോലെ വളരണമെന്ന് ആഗ്രഹമുള്ളതാണ്. കാരണം എൻ്റെ കളക്ഷൻസ് കൂടുതൽ ആളുകൾ മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഡിസൈൻസ് ആളുകൾ ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ അൾട്ടിമേറ്റ്ലി ഫാഷൻ ഡിസൈനിങ്ങിന് ക്രേസ് ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഞാൻ ഇടുന്ന ചാർജാണ് ഈ ഔട്ട്ഫിറ്റിന്റെ വില. അതായത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. എത്ര ഉണ്ടാവും ആ ഔട്ട്ഫിറ്റിന്? ഇതിപ്പോ ഇതുവരെയുള്ള വാല്യൂ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതിനൊരു 10 രൂപ ഇടാം. ഇനിയിപ്പോ ഞാനൊരു ഫ്യൂച്ചറിൽ ഒരു മെഡ്ഗാല അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതിന് 5 ലക്ഷം രൂപ ഇടാം. അതാണ് ഡിസൈനറുടെ വാല്യൂ എന്ന് പറയുന്ന വാല്യൂ. ഇപ്പൊ ഇത് എനിക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ഇത് പുറത്തുനിന്ന് മേടിക്കുന്ന സമയത്ത് ഇത് 2000 സംതിങ്ങിന് വേണം ഈ സീഡ് ലെതർ മേടിക്കാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ എൻ്റെ വാർഡ്രോബിലുള്ളത് സീഡ് ലെതറിൻ്റെ ഇതാണ്. അത് എനിക്ക് പെർ മീറ്റർ 200 രൂപീസിനായിരുന്നു. 60 ഇഞ്ച് വിഡ്ത്താണ് ഈ ഡ്രസ്സിൻ്റെ ക്ലോത്തിൻ്റെ വിഡ്ത്ത്. പ്രീമിയം ഫാബ്രിക്കാണ്. ഇത് 2 തരത്തിൽ യൂസ് ചെയ്തു. സോഫ ഫർണിഷിങ് ഫാബ്രിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫുഡ് വെയർസ് ഉണ്ടാക്കുന്ന ഇതായിട്ട് യൂസ് ചെയ്യാറുണ്ട്.
ക്ലോത്തിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. ഞാനപ്പോൾ ഇത് ബൾക്കായിട്ട് മേടിച്ചത് 100 meters ക്ലോത്ത് മേടിച്ചപ്പോൾ എനിക്ക് 200 rupees പെർ മീറ്റർ ആയിട്ടുള്ളൂ. എനിക്കിത് എൻ്റെ ക്ലോത്ത് എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മീറ്ററിൽ താഴെ എനിക്ക് ക്ലോത്ത് വന്നിട്ടുള്ളൂ. So you stitch by yourself? സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാം. ബട്ട് ഞാനത് എൻ്റെ സ്റ്റോറി തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സും ആണ് കൂടുതൽ ഇതെനിക്ക് സ്റ്റിച്ചിങ് കൂടുതൽ ചെയ്തത്. കാരണം അവർക്ക് ഭയങ്കര ക്രേസ് ആണ്. അവരും കണ്ടിട്ടില്ല ഇതേപോലത്തെ ഡിസൈനേഴ്സിനെ. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് അതിനൊരു ക്വിക്ക് ആൻഡ് സ്ട്രെയിറ്റ് കട്ട് ആൻസർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓവറോൾ കോസ്റ്റ്യൂം അത് ലൈക്ക് ആ ഒരു ക്യാപ്പ് തൊട്ടിട്ട് ഈ ഷൂ വരെ എല്ലാം കൂടെ ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരത്തിൽ എത്ര എമൗണ്ട് വരും? ഒരു എസ്റ്റിമേറ്റ്. ഏകദേശം 50 രൂപ താഴെ. ഒരു 50,000 താഴെ. 50,000 രൂപ അടുത്ത് എന്തായാലും വരുന്നത് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ അതിൽ നമ്മുടെ മെൽവിയുടെ കോസ്റ്റ്യൂം അതെല്ലാവരും പറഞ്ഞല്ലോ. ഇനി നമുക്ക് നേരെ ടർബോ വിശേഷങ്ങളിലേക്ക് പോവാം. സിനിമ ഞാൻ കണ്ടിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. എനിക്ക് ഒരു മാസ് കോമഡി എന്റർടൈനർ മൂവിയാണ്. അപ്പം അതിൽ ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ ഇട്ട അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് മേ ബി ഇതിനകത്തേക്ക് ചെയ്യേണ്ടി വന്നിരുന്നോ? ബിക്കോസ് എല്ലാം സാധാരണക്കാരുടെ കോസ്റ്റ്യൂംസും ആ ഒരു രീതിയിലായിരുന്നില്ല. അപ്പം എങ്ങനെയായിരുന്നു ടർബോയില് ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയുഗം ഇച്ചും കൂടി ക്രാഫ്റ്റ് പരമായിട്ട് പണിയെടുത്ത പടമാണ്. അത് മെന്റലി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, റിസർച്ച് ചെയ്യുന്ന വന്നിട്ടുണ്ട്. ക്ലോത്തുകളിൽ വരുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡള്ളിങ് പ്രോസസ്സ്, 16 മുണ്ട് നമ്മൾ എടുത്തു എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിങ്. നമ്മൾ ഗാദി ബോർഡിൻ്റെ ഒരു ചേട്ടൻ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീവേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ വീവേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വേണ്ട ഈ പറയുന്ന GSM ഗ്രാം അങ്ങനെ ആ ക്ലോത്തിങ്ങിൻ്റെ വെയിറ്റ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഞാൻ MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ടെക്സ്റ്റൈൽ സയൻസിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഈ ബ്രഹ്മയുഗം വന്നപ്പോൾ അങ്ങനെ മുണ്ടുകളുടെ കാര്യത്തിലായിക്കോട്ടെ, ആക്സസറീസ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ യക്ഷിയും ചാത്തനും ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ മാതിരി യക്ഷീനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു. ചലഞ്ച് മാത്രമല്ല, നമുക്ക് ആ സിനിമയിൽ ഓക്കെ പറയുന്ന മാതിരി 3 മുണ്ടുള്ളൂ. 3 മുണ്ടിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിരുന്ന രീതികൾ വേറെയാണ്. ഈ പറഞ്ഞ മാതിരി റിസർച്ച് ചെയ്തു, ഞാൻ പോയി അത് ഉണ്ടാക്കി, ഡൂപ്പ് നെയ്തെടുത്തു എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കാഴ്ചയിൽ 3 മുണ്ടുള്ളൂ. ബട്ട് പിന്നെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ യക്ഷി, എൻ്റെ ചാത്തൻ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ. അപ്പോൾ യക്ഷീനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടു വളർന്നതൊക്കെ വെള്ള സാരി എടുത്ത് പേടിപ്പിക്കുന്ന യക്ഷിയാണ്. മുടി നീട്ടി വെള്ള സാരി എടുത്തിട്ടുള്ള ഒരു യക്ഷി. പക്ഷെ ബ്രഹ്മയുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷി ടോപ്ലെസ് ആണ്. പക്ഷെ അതില് നമുക്ക് ഒരു രീതിയിൽ ഒരു വൾഗാരിറ്റി തോന്നുന്നില്ല. റാദർ ഇറ്റ്സ് എ ക്ലാസ്, ഒരു എന്താ പറയാ, ഒരു പീസ് ഓഫ് ആർട്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ എനിക്ക് രാഹുലേട്ടൻ സിനിമ പറയുന്ന സമയത്ത് കുറച്ച് റെഫറൻസുകളൊക്കെ കാണിച്ചു തന്നിരുന്നു. ബട്ട് രാഹുലേട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതൊരു യൂണിക് ആയിരിക്കണം. അതായത് നമ്മളൊരു ഡിസൈനറുടെ സ്പേസ് എനിക്ക് ഇവിടെയാണ് നിൻ്റെ ഹെൽപ്പ് വേണ്ടത്, ഇവിടെയും എൻ്റെ ചാത്തനെ ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് എനിക്ക് നിൻ്റെ കൂടുതലായിട്ട് ഹെൽപ്പ് വേണ്ടത് രാഹുലേട്ടൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ജ്യോതി ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് പടത്തിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ നരേഷൻ കഴിഞ്ഞു. ആദ്യത്തെ നരേഷനിൽ എനിക്കിങ്ങനെ ഒരു യക്ഷിയുടെ ഒരു ബേസിക് റെഫറൻസുകൾ, കുറേ പടങ്ങളിൽ കാണുന്ന പോലെ കുറച്ച് റെഫറൻസുകൾ, അവരൊക്കെ യൂണിക്കായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള റെഫറൻസുകളൊക്കെ ആദ്യം ഇട്ട് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ച് ചെയ്യും നമ്മൾ. പിന്നെ ഓരോ ദിവസം അപ്ഡേഷൻസ് പുതിയത് കൊടുക്കും. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് 8 പ്രാവശ്യം ഞങ്ങൾ ട്രയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 4 പ്രാവശ്യം അമാൽഡേനെ വെച്ച് ട്രയൽ ചെയ്തിട്ടുണ്ട്. ബാക്കിത്തെ 3 പ്രാവശ്യം പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ എന്തൊക്കെയോ മിസ്സിങ്. ഓക്കെ, ആദ്യം അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലോത്ത് ഒക്കെ ആയിട്ടുള്ള രീതിയിലായിരുന്നു. എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന വേഷം? ആദ്യം ഈ പറഞ്ഞ മാതിരി നമ്മളൊരു എന്താ പറയാ, ഭരതനാട്യത്തിന്റെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു നാഗവല്ലി പോലത്തെ സാധനമായിരുന്നു. അങ്ങനത്തെ ഒരു ഇപ്പൊ ഈ പറയുന്ന നാഗവല്ലിയുടെ ബോട്ടം ഈ പറയുന്ന ഈ ഭരതനാട്യത്തിന്റെ ഒരു വേഷൻ ഉണ്ടല്ലോ, അതും ടോപ്പിലേക്ക് വരുമ്പോൾ അതിച്ചും കൂടിയും ആക്സസറി കൊണ്ട് മാത്രം സ്റ്റൈൽ ചെയ്ത് പിന്നിട്ട മുടിയൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ലുക്ക് ട്രയൽ ചെയ്തത്. പക്ഷെ അത് നമുക്കത്ര അങ്ങോട്ട് ഒരു നമ്മുടെ ക്യാരക്ടറിലേക്ക് എത്തിയില്ല. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ മലക്കച്ച പോലെയൊക്കെ ഉള്ള സ്റ്റൈൽസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്ത് നോക്കി. പിന്നെ കളേഴ്സിനകത്ത് ഇപ്പം നമ്മൾ വൈറ്റിൽ കണ്ടിട്ടാണ് വർക്ക് ആവാത്തതെന്നുള്ള രീതിയിൽ കളേഴ്സിനകത്ത് 2-3 ട്രയൽ കഴിഞ്ഞു. പിന്നീട് ഒരു 4-5 ട്രയൽ കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ സംസാരിച്ചു,
നമ്മൾ 2-3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പേടിയായി, ദൈവമേ ഞാൻ കൊടുക്കുന്നത് വർക്കാവുള്ള, അല്ലെങ്കിൽ നമ്മൾ യക്ഷി ഇത് കയ്യിൽ നിന്ന് പോവോ എന്നുള്ള സീൻ വന്നതിന് ശേഷം പിന്നെ നമുക്ക് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പിന്നെ എപ്പോഴും ഡ്രീം കാണുമ്പോഴും ഇപ്പോഴും കാണുമ്പോഴും നമുക്ക് ഓക്കെ അമാൽഡേനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ അമാൽഡയുടെ ബോഡീനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് നോക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് ഈ പിന്നെ റിസർച്ചിൻ്റെ ഇടയിൽ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് കുറേയും ഫോട്ടോസ് ഇതൊക്കെ നമ്മളിരുന്ന് നോക്കും. പല ആക്സസറീസ്ഡ് ആയിട്ടുള്ള പഴയ എന്താ പറയാ അമ്പലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന അതെ ഗോഡസിലെ നമ്മൾ ലാസ്റ്റ് പോയിന്റിലാണ് ഗോഡസിലേക്ക് എത്തിയത്. അതുവരെ നമ്മൾ കുറെ റെഫറൻസുകളൊക്കെ വെച്ച് പല യക്ഷികളും പല പ്രേതങ്ങളിലേക്ക് റെഫറൻസ് വെച്ച് ഉണ്ടാക്കാൻ നോക്കിയത്. ബട്ട് പാളിപ്പോയി. അങ്ങനെയാണ് ഒരു പോയിന്റിൽ ക്രാക്ക് ചെയ്യാൻ എനിക്കൊരു ഐഡിയ വന്ന് നോക്കി നമ്മൾ പല അമ്പലങ്ങളിലും ടോപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ദേവിമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഡയറക്റ്റ് കാണിക്കാൻ പറ്റില്ല. അതിനകത്ത് എല്ലാത്തിലും നല്ല ആക്സസറീസ്ഡ് ആയിട്ടുള്ള ദേവിമാരാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞങ്ങൾ പിന്നീട് റിസർച്ച് മൊത്തം അങ്ങനത്തെ ഈ ആർട്ട് വർക്കുകളിലായി. പിന്നെ ഈ പറയുന്ന പഴയ ആർട്ട് വർക്കുകളിലിപ്പോൾ നമ്മൾ പിന്നെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഓക്കെ അമാലിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. ദെൻ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് ഇതൊരിക്കലും ഒരു വൾഗാരിറ്റി തോന്നരുത് ഈ ക്യാരക്ടറിന്, പക്ഷെ ഭയങ്കര ക്യൂട്ടായിരിക്കണം, ഭയങ്കര റോയൽ ആയിരിക്കണം. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ, ഓക്കെ ടോപ്ലെസ്സിലേക്ക് പോവാം, അപ്പോൾ പിന്നെ ഹെയർ അഴിച്ചിട്ടിട്ട് നമുക്ക് നിർത്താമെന്നുള്ളൊരു ഐഡിയയിലായി. പിന്നെ നമ്മൾ എങ്ങനെ ഡ്രൈപ്പ് ചെയ്യും ഇത് എന്നുള്ളൊരിതുണ്ട്. കാരണം പിന്നെ എനിക്ക് സ്റ്റോറി ബോർഡ് തന്നു. രാഹുലേട്ടൻ സ്റ്റോറി ബോർഡ് വെച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാഹുലേട്ടൻ എനിക്ക് സ്റ്റോറി ബോർഡ് തന്നിട്ട് ഈ പറഞ്ഞ മാതിരി എങ്ങനെയാണ് നമ്മൾ അമാൽഡേനെ ഫ്രെയിമിൽ കൊണ്ടുവരാൻ പോകുന്നത്, ഏതൊക്കെ ആംഗിളുകളാണ് അമാൽഡയുടെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫ്രെയിം ഇരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ്. അതിനുശേഷം നമ്മൾ പ്രോപ്പർലി ആക്സസറീസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ. ഓക്കെ, എനിക്ക് രാഹുലേട്ടൻ്റെ സജഷൻ ആയിരുന്നു ഇതേപോലെ തന്നെ ഇങ്ങനെ പോകുന്ന ഇത് ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, എനിക്കത് സ്കെച്ചിങ്ങിനകത്ത് ഉണ്ടായിരുന്നു. ആദ്യം രാഹുലേട്ടൻ വരച്ചതിനകത്ത് ഇങ്ങനെ ഒരു സ്കെച്ചിങ്ങിനകത്ത് ഇങ്ങനെ ഒരു ഡീറ്റെയിലും ഉണ്ട്. ദെൻ അത് നമ്മൾ ആദ്യം സാമ്പിൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ രാഹുലേട്ടൻ അത് വർക്കായി. പിന്നെ അതേപോലെ പിന്നീടുള്ള ഓരോ ആക്സസറീസും നമ്മൾ കൂടുതലായിട്ട് ഇതേപോലത്തെ ഒരു ഇത് തന്നെയാണ് അമാലിൻ്റെ നെക്ക് ലൈനിൽ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറേ ക്രേസീസ് കളക്ഷൻ ഉണ്ട്. അതെ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് സജസ്റ്റ് ചെയ്തതാണ്, നഖം വരണം, നഖം നെയിൽ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഷോട്ടുകൾ നെയിലിൻ്റെ കാണിക്കുന്നതായിട്ട് എനിക്ക് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിസൈനറുടെ കളക്ഷൻ കാണിച്ചു കൊടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ ഈ അരയിലുള്ള ഹിപ്പിലെ മറ്റേ അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കാലിലെ പാദസരം, പിന്നെ കയ്യിലുള്ളത്, പിന്നെ കയ്യിലെ വളകൾ, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുത്തു. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആദ്യത്തെ ട്രയല്, ഇപ്പോൾ ലാസ്റ്റ് ട്രയലിന് നമ്മൾ കളേഴ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഈ പറയുന്ന ഒരു ഡള്ള് ചെയ്യുന്ന പ്രോസസ്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ട്രയൽ കൊടുത്തു. ഈ റിങ്സ് ഒക്കെ വെച്ചിട്ടൊരു ട്രയൽ കൊടുത്തു. ഞാനും വൈഫും അമലയുടെ വീട്ടിൽ പോയിട്ടാണ് ട്രയൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ രാഹുലേട്ടൻ വെറുതെ എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ രാഹുലേട്ടൻ ഭയങ്കര ഹാപ്പി. പിന്നെ നമ്മൾ പ്രോപ്പർ ലുക്ക് ടെസ്റ്റ് എഴുതി. അതിനകത്ത് ശരിക്കും നമ്മുടെ യക്ഷിക്ക് പ്രോപ്പർ ജീവൻ കിട്ടിയ മാതിരി ഒരു ഫീൽ കിട്ടി. അതായിരുന്നു നമ്മൾ യക്ഷിയിൽ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തത്. കൂടുതലും നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് തന്നെ ആക്സസറീസ് ഒക്കെ ബിൽഡ് ചെയ്ത് പിന്നെ ഈ അവൈലബിലിറ്റി ആക്സസറീസ് വെച്ചിട്ട് മെർജ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പം അതായിരുന്നു ബ്രഹ്മയുഗം വിശേഷം. ഇനി അഗൈൻ കമ്മിങ് ബാക്ക് ടു ടർബോ. അപ്പം ഈ ടർബോയില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ പറയുക, ഞാൻ ആക്ച്വലി 2 തവണ രാജ്ബി ഷെട്ടി രാജണ്ണന്റെ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോഴായാലും ഓഫ് സ്ക്രീൻ കാണുമ്പോഴായാലും അദ്ദേഹം വേഷം അതാണ് അല്ലേ, ആ ഒരു ഷർട്ട്, മുണ്ട് ആൻഡ് കഴുത്തിൽ ഇങ്ങനെ ഒരു സ്കാർഫ് അദ്ദേഹം എപ്പോഴും ഇടും. അപ്പൊ സ്ക്രീനിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വില്ലനെ, ഇത്ര വലിയൊരു വില്ലനാണ്, കോട്ടും സൂട്ടും ഒക്കെ മറ്റേ ക്യാരക്ടർ പോലെ തന്നെ കൊടുക്കാം. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ബട്ട് യു വർക്ക്ഡ് ഓൺ ദ കളേഴ്സ്. അപ്പം അതെങ്ങനെയാണ് വന്നത്? ഇപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അഭിജിത്ത് ആയിരുന്നു മമ്മൂക്കയുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യാൻ വന്നത്. അഭിജിത്താണ് മമ്മൂക്കയുടെ പേഴ്സണൽ ഡിസൈനർ. അപ്പോൾ അബി ഒരുപാട് ഹെൽപ്പ്, അബിയുടെ കോൺട്രിബ്യൂഷനാണ് മമ്മൂക്കയുടെ ഇപ്പോൾ നിൽക്കുന്ന ഔട്ട്ലുക്കിൻ്റെ ഒരു 99% അബിയാണ്. ഞാൻ അതിനകത്ത് സജഷൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ പ്രൊഡക്ഷനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അബിയാണ് കംപ്ലീറ്റ് അതിൻ്റെ ലുക്കിൻ്റെ ക്രെഡിറ്റ് ഉള്ളത്. പിന്നെ ഉള്ള കഥാപാത്രങ്ങൾ ബാക്കിയുള്ളവരും. ഇപ്പോൾ ജോസേട്ടൻ വന്ന് ഇടിക്കുന്ന ആൾക്ക് അത്ര പവർ വേണം. നമുക്ക് ഏത് ക്യാരക്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ജോസേട്ടൻ്റെ ഇടിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ജോസേട്ടനെ ഇടിച്ച് തോപ്പിക്കാൻ പറ്റുന്നൊരു കഥാപാത്രമായിരുന്നു. അതേപോലെ തന്നെ ബി ഷെട്ടി സാറിൻ്റെ എനിക്ക് ലുക്ക് തന്നെ സമയത്ത്
വെട്രിവേൽ ഷൺമുഖം കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരിടയ്ക്ക് ഈ ബ്രഹ്മയോഗത്തിൽ മൊത്തം ഈ ഫാബ്രിക്കിൻ്റെ തന്നെ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഒരു 3 months 15 മുണ്ടും ഷർട്ടും പല ഡിസൈൻസിനത് കംപ്ലീറ്റ്ലി 3 മാസം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ വൈശാഖേട്ടനെ കാണാമെന്നത് വൈശാഖേട്ടൻ പറഞ്ഞു ഈ ഒരു മൂഡ് ഓഫ് സ്റ്റൈല് പിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്റ്റൈല് തന്നെ മതി എന്ന് പറഞ്ഞു. അത് ഇതിനകത്ത് ആദ്യം നമ്മൾ ഇച്ചിരി പ്രീമിയം ആയിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ലെതറിൻ്റെ മുണ്ടും ലെതറിൻ്റെ ഷർട്ടും കുറേ നാൾ ഞാൻ ഇട്ടുകൊണ്ട് കിടന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വൈശാഖേട്ടൻ പറഞ്ഞു നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് സജഷനിൽ പോവാം. അത് കഴിഞ്ഞ് പിന്നെ ക്യാരക്ടറിനകത്ത് കൂടുതൽ ഡെപ്ത് വന്ന് അത് കഴിഞ്ഞ് നമ്മൾ മിഥുൻ ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്, ഷമീർക്കയുടെ കൂടെ ഇരുന്ന സമയത്ത് നമ്മുടെ കഥാപാത്രത്തിനെ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഓവർ ദ ടോപ്പ് സ്റ്റൈല് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാജ് സാറിൻ്റെ പഴയ സിനിമ മറ്റേ റീസെൻ്റ്ലി ഉള്ള സിനിമകളിലെല്ലാത്തിലും നോക്കുന്ന സമയത്ത് ആളുകൾ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇൻഡെപ്തിലേക്ക് എടുത്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റൈലിങ് പരിപാടികളൊക്കെയാണ്. ഒരു മുണ്ട് ഷർട്ട് അതിനകത്ത് നിന്നിട്ട് അത്രയും വില്ലനിസം കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നൊരു വൈൽഡ്നെസ് ഉണ്ടല്ലോ. ഇപ്പം മമ്മൂക്കയുടെ ഓപ്പോസിറ്റിൽ നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് അത്രയും ഇൻറ്റൻസിൽ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ഓക്കെ നമ്മൾ രാജ് സാറിൻ്റെ സെയിം സ്റ്റൈൽ തന്നെ ബട്ട് നമ്മുടെ യൂണിക്കായിട്ടുള്ളൊരു ഡിസൈൻ അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ഒരു 4-5 കളേഴ്സിനകത്ത് നമ്മളെ മുണ്ടിനകത്ത് സ്ട്രൈപ്സും ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുണ്ടിനകത്തൊരു നേരിയ റെഡിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രൗൺ, അങ്ങനെ ഒരു 3-4 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതൊരു യൂണിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു. പിന്നെ പെട്ടെന്ന് ആളുകൾക്ക് കിട്ടണുള്ളൂ. ഇപ്പം ഞാൻ രാജസാറിന് ഞാൻ ഒരു കോട്ടിനൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് അത് അത്രത്തോളം ആ ക്യാരക്ടറിനെ കിട്ടൂല. നമുക്ക് അത്രയും വലിയൊരു ക്യാരക്ടറാണ് കാണിക്കണമെങ്കിൽ ഒരു KGF പോലത്തെ സിനിമയാണ് പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ മറ്റേ രാജ്വീർ സാറിൻ്റെ കഥാപാത്രത്തിനും അതിനകത്ത് ആ മുണ്ടും ഷർട്ടും ഒക്കെ അങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. റോൾസ് റോയ്സിൽ അങ്ങനത്തെ ലുക്കിലൊക്കെ വരുമ്പോൾ വരുന്നൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അങ്ങനെയാണ് എനിക്ക് മിഥുൻ ചേട്ടൻ റെഫറൻസ് തന്നെ. നമ്മളിപ്പോൾ ഒരു കോട്ടിട്ട് വരുമെന്ന് എല്ലാവർക്കും തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ റോൾസ് റോയ്സിൽ ഒരാൾ മുണ്ടും ഷർട്ടും അതും ഒരു ബേസിക് ഫാബ്രിക്കിലൊക്കെ ഇട്ടിട്ട് വരുന്നത് കാണുമ്പോൾ അതിനകത്ത് അയാളുടെ ഒരു മറ്റേ അയാളുടെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഒരു സാധനം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ പോയത്. നമ്മൾ ആ ലിനനിൽ ചെയ്ത് നോക്കിയായിരുന്നു, ഇതേപോലെ ഈ ഫാബ്രിക്കിൽ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു സീഡ് ലെതറിനകത്ത്. അതേപോലെ പിന്നീട് ഞാൻ ചെയ്ത റയോൺ ഫാബ്രിക്കിലാണ്. റയോൺ ഫാബ്രിക്കാണ് ഈ പറഞ്ഞ മാതിരി അത്രയും ഒഴുകിയ ക്യാരക്ടറിലേക്ക് കിടക്കുന്നത്. അതും വലിയ ഔട്ട്ഫിറ്റിന് വലിയ കോസ്റ്റ് ഒന്നും വന്നുള്ളൂ. റയോൺ നിസാര പ്രൈസ് ഇല്ല. നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കുന്നത്. അതിലെ ഒരു റെഡ് വരെയും ഞാൻ നോട്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് സംഭവം ഒരു വില്ലന് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുഡോസ് ടു യു ഫോർ ദാറ്റ്. എനിക്ക് ഇതിന്റെ ടർബോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിന്ദു പണിക്കരില്ലേ, ബിന്ദു മാമിന്റെ ഈ ഒരു ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. ചട്ടയും മുണ്ടൊക്കെ കൊടുത്തത് പല്ലിലും എന്തോ ഒരു ഇത് അല്ലേ ചെയ്തിട്ടുണ്ട്. സോ വാട്ട്സ് വിത്ത് ഹർ ക്യാരക്ടർ? ഇപ്പോൾ ടർബോ ജോസിൻ്റെ അമ്മയായിട്ടാണ് ബിന്ദു മാം ക്യാരക്ടർ ചെയ്യണേ. റോസക്കുട്ടി എന്നാണ് ക്യാരക്ടർ നെയിം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ചെറുപ്പം തൊട്ട് ബിന്ദു ചേച്ചിയുടെ സിനിമകൾ കണ്ട് ഭയങ്കര എൻ്റർടൈനർ ചെയ്തിട്ടുള്ള ആളാണ് ബിന്ദു ചേച്ചി. അതെ, റിയൽ ലൈഫിലും ഭയങ്കര സംസാരപ്രിയ. അപ്പം എൻ്റെ വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ്. വൈഫാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ സിനിമയിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ബിന്ദു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വൈഫാണ്. അപ്പോൾ വൈഫിന് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ബിന്ദു ചേച്ചിനെ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ തന്ന സമയത്ത് നമ്മൾ നോർമൽ ചട്ടമുണ്ട് കാണിക്കുന്നതിന്, നോർമൽ ചട്ടമുണ്ടാണ് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ പോകണം, വീട്ടിലെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് പോകുന്നത്. പക്ഷേ പള്ളി പെരുന്നാളിനൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ഡിസൈനർ എലമെൻറ്റ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സ്ലീവിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറ്റി സ്ലീവ് വെച്ചിട്ട് ഡിസൈനർ ഫാബ്രിക്കൊക്കെ വെച്ച് ചെയ്തത്. പിന്നെ ബിന്ദു ചേച്ചിക്ക് അത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പിൽ റഷീദിക്കായിരുന്നു മേക്കപ്പ് ചെയ്തത്. അപ്പോൾ പല്ലും പിന്നെ ബിന്ദു ചേച്ചിയുടെ സ്കിൻ ഭയങ്കര പാടാണ്, ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അത് റഷീദിക്ക ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേക്കപ്പ് അങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. പിന്നെ ബിന്ദു ചേച്ചി അത് മേക്കപ്പും വെച്ച് വൈകിട്ട് വരെ ഇരിക്കുക. ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസും ഭയങ്കര രസമായിരുന്നു. ഇത്ര നാൾ വർക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ സംസാരിക്കും, ഭയങ്കര സംസാരപ്രിയാണ്. ലൊക്കേഷനിൽ ഇരുന്ന് കുറേ നേരം സംസാരിക്കും. വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ്. വൈഫ് എപ്പോഴും പറയും ചേച്ചി അടിപൊളിയാണ്, സിനിമയിൽ കാണുന്നതൊക്കെ പോലെ തന്നെ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഈ ഒരു കോൺവെർസേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വൈഫിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ് വൈഫ് ചെയ്യുന്നത്? വൈഫ് ഡിസൈനറാണ്. ഈ പറഞ്ഞ മാതിരി ഞാൻ എന്താണ് BCom കഴിഞ്ഞിട്ടാണ് MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് പോകുന്നത്. അപ്പോൾ ഞാനവിടെ PGക്ക് ജോയിൻ ചെയ്യുന്നു. സെയിം കോളേജിൽ തന്നെ ജോയിൻ ചെയ്തത്. PG സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ ജൂനിയേഴ്സ് വരുമല്ലോ, അപ്പം അങ്ങനെ ഓണത്തിന് റാഗ് ചെയ്യാൻ കയറിയതാണ്. പിന്നെ ഒരു 7 വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു.
എൻ്റെ സിനിമയുടെ സ്റ്റാർട്ടിങ് കരിയർ തൊട്ട് ഇപ്പോൾ വരെ എൻ്റെ എനർജിയുടെ ഏറ്റവും വലിയ ഭാഗം എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ 8 വർഷമായി ഞങ്ങളുടെ. അപ്പോൾ 1 year ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 8 വർഷത്തെ പ്രണയമാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ വൈഫാണ് എൻ്റെ കൂടുതൽ എല്ലാ സ്റ്റേജസിനകത്തും. ഇപ്പോൾ സിനിമയിൽ ഒരുപാട് തളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 8 വർഷമായി സിനിമയിൽ വന്നിട്ട്. ഞാൻ ഇപ്പോഴാണ് വന്ന് എനിക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത്. കാരണം അത് എപ്പോഴോ ഇതിനകത്തൊരു കൺസിസ്റ്റിങ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ സിനിമയുടെ കരിയർ എടുക്കുന്ന സമയത്ത് സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിൻ്റെ സ്പേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഗ്രോയിങ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ രക്ഷപ്പെട്ട കുറച്ച് പേരെ വിരലിലെണ്ണാവുന്നുള്ളൂ. ഈ മലയാളികളുടെ സൂപ്പർ ഹീറോയ്ക്ക് ആദ്യമായിട്ട് ഇപ്പം ഓക്കെ ടൊവിനോ എന്നുള്ളൊരു ആക്ടറെ അറിയാം, പക്ഷെ ആ ഒരു ആക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തെ ഒരു സൂപ്പർ ഹീറോ ആക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും മെൽവിക്കാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ആ ഒരു കോസ്റ്റ്യൂമാണ് അതിൻ്റെ എല്ലാം അല്ലേ, ആ ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് അതെങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തത്? ഈ പറഞ്ഞ മാതിരി ക്രെഡിറ്റ്സ് മൊത്തത്തിൽ എൻ്റെ ആണെന്ന് ഡിമാൻഡ് ചെയ്യാൻ എനിക്ക് അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൽ മുരളി പോലുള്ളൊരു സിനിമ എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്ത രീതി ആദ്യം വേറെയായിരുന്നു. കാരണം ദേശി സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മിന്നൽ മുരളീനെ ക്ലൈമാക്സിൽ കൊണ്ടുവരാനിരുന്നത്. പടം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമും വില്ലൻ കോസ്റ്റ്യൂമും ചെയ്യാൻ വേണ്ടിയിട്ട് ദീപാലിനൂർ എന്ന് പറയുന്ന ഡിസൈനറെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ദീപാലി മാമാണ് ക്രിഷ്, പുലി എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്തത്. അപ്പോൾ ദീപാലി മാമാണ് കംപ്ലീറ്റ്ലി ആ 2 കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടിയിരുന്നത്. പിന്നെ പടത്തിൻ്റെ ഗ്രാജുവൽ ഗ്രോ അപ്പിനകത്ത് മാമിൻ്റെ ഡിസൈൻസിനകത്ത് എന്തൊക്കെ കറക്ഷൻസ് വന്നു, അതല്ലെങ്കിൽ വർക്കാവുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ്. ഓക്കെ ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് ചോദിച്ച് വിസിലേൻ്റെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് മേടിച്ചതാണ് സൂപ്പർ ഹീറോ. ചോദിച്ച് മേടിച്ചിട്ട് ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നു. കാരണം ബുദ്ധിമുട്ടല്ല, ഞാൻ അതിനകത്ത് ഫെയിലിയറാണെന്ന് മനസ്സിലായത്. കാരണം എക്സ്പീരിയൻസിൻ്റെ കുറവ് എനിക്ക് അതിൻ്റെ ഫൈനൽ ഔട്ടിനകത്ത് തോന്നി. കാരണം നമ്മൾ ഡിസൈൻസ് ഉണ്ടാക്കി പവിനെ കൊണ്ട് സ്കെച്ച് ചെയ്യിപ്പിച്ചു. പവി അതിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ സ്കെച്ച് എനിക്ക് തന്നു. ആഫ്റ്റർ അതിൻ്റെ പ്രൊഡക്ഷനകത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കുറേ ഫേസ് ചെയ്യേണ്ട വന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അവയർനെസ് ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ തെറ്റിപ്പോയി. ബട്ട് ഞാനൊരു സൂപ്പർ ഹീറോ ഡ്രസ്സ് ഉണ്ടാക്കി, ദെൻ അതിനകത്ത് ചൂസ് ചെയ്ത ഫാബ്രിക് റോങ് ആയിപ്പോയി. അതൊക്കെയാണോ ഔട്ട് വന്നപ്പോൾ തോന്നിയ പ്രശ്നങ്ങൾ? അല്ലില്ല, അത് ഫൈനൽ ഔട്ട് ദീപാലി മാമിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ മാതിരി എനിക്ക് മിന്നൽ ചെയ്യുന്ന സമയത്ത് 25 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ അധികം ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഒന്ന് മഷറിക്കേനെയും സോണിയ എന്ന് പറയുന്ന ഡിസൈനറെ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് വന്നിട്ട് മിന്നൽ മുരളി പോലൊരു കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4-5 കോസ്റ്റ്യൂം ഉണ്ടാക്കി. അത് ഭയങ്കര ചീപ്പ് കോസ്റ്റിലാണ് ഞാനത് ഉണ്ടാക്കി നോക്കിയത്. ബട്ട് ഈ പറഞ്ഞ മാതിരി അത് പാളിപ്പോയി, സത്യമായിട്ട് പാളിപ്പോയി. ഇപ്പോൾ കാണുന്ന സൂപ്പർ ഹീറോൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ് വന്ന് മാമിൻ്റെ സപ്പോർട്ട് കൂടി. അപ്പോൾ ഒറ്റയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ അവാർഡ് ഷെയർ ചെയ്തത് മാമും ഞാനും കൂടി അവാർഡ് ഷെയർ ചെയ്തത്. ബട്ട് ഞാനങ്ങനെ ക്ലെയിം ചെയ്യുന്നത് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കണം. അപ്പോൾ അതിന് കുറേ ജേണിയിൽ എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ബജ്റംഗ് മസ്താനിയുടെ കോസ്റ്റ്യൂമറെ എനിക്ക് മഹാവീരരിലേക്ക് നമ്മൾ ഷൈൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. കാരണം ഇനി എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ വന്നാൽ ഭയങ്കര ഈസിയാണ്. ഞാൻ എൻ്റെ കരിയറിൽ ഇപ്പോൾ 8 വർഷത്തെ ജേണിയിൽ ഇപ്പോൾ 30 വയസ്സായിട്ട് നിൽക്കുന്നു. ഇനി എനിക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ സിനിമകൾ വരും. ഞാൻ ആ സമയത്ത് അന്ന് ഈഗോ ഒക്കെ പിടിച്ച് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന സൂപ്പർ ഹീറോ ഒക്കെ പാളി ചിലപ്പോൾ തന്നായിരിക്കാം, ചിലപ്പോൾ പാളിപ്പോയാണ്. ബട്ട് എനിക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഡിസൈനേഴ്സിൻ്റെ കൂടെ കൊളാബ് ചെയ്യുമ്പോഴും ഒരുപാട് ലെസൺസ് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്നത്. അതിപ്പോൾ ദീപാലി മാമിൻ്റെ അടുത്തു നിന്നായാലും ചന്ദ്രകാന്ത് സാറിൻ്റെ, എനിക്ക് തോന്നുന്നു അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ആരും അധികം ഇത്രയും വലിയ ഡിസൈനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കൊളാബ് ചെയ്ത് എവറിത്തിങ് ഇസ് എ ലെസൺ എന്നാണല്ലോ നമ്മൾ പറയാ. ഓക്കെ മെല്ലി, ഇപ്പം അത്യാവശ്യം കുറച്ച് സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കാൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരിൽ ആർക്കെങ്കിലും എസ്പെഷ്യലി ഇപ്പം ഞാൻ മമ്മൂക്കാനെ പറ്റി ചോദിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? അതായത് എൻ്റെ ഫാബ്രിക് വെയർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിനോടുള്ളൊരു ഇഷ്ടം, അങ്ങനത്തെ രീതിയിൽ? ഞാൻ ആദ്യം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ്. ഞാൻ ആദ്യം വേദിക മാമിൻ്റെ കൂടെ ആയിരുന്നു, പിന്നെ അമല മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിംബു സാറ്, ലോറൻസ് സാറ്, വിശാൽ സാറ്. ഇങ്ങനെ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇങ്ങനെ കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ എൻ്റെ മാം സോണിയ എന്ന് പറയും, സോണിയ സാൻഡിയാഗോ എന്ന് പറഞ്ഞ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു എൻ്റെ മാഡം, വൈപ്പിൻകാരിയാണ്. അപ്പോൾ മാമിൻ്റെ കൂടെ ഞാൻ സോഴ്സിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റുകൾക്ക് കൺസേൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺസേൺ ബ്രാൻഡുകൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ സോഴ്സിങ്ങിന് പോകുമ്പോൾ നല്ല എമൗണ്ട് ഓഫ്, ഇപ്പോൾ ഒരു സിനിമയുടെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ എമൗണ്ടിനൊക്കെ നമ്മൾ സോങ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിംബു സാറിൻ്റെ കൂടെ പോകുമ്പോഴും ബ്രാൻഡഡ് ക്ലോത്തുകളാണ് മേടിക്കാറുള്ളൂ.
അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് സ്റ്റൈൽസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് നേരെ ഇങ്ങനെ മലയാള സിനിമയിൽ വന്ന് അപ്ലിക്കബിൾ ആവുന്നത്. ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുന്ന ഒരാൾ കണ്ടെന്ന് മമ്മൂക്ക ആയിരിക്കാം. അത് മെറ്റീരിയലിന്റെ കാര്യത്തിലായാലും മമ്മൂക്ക യൂസ് ചെയ്യുന്ന മുണ്ടുകൾ ചോദിക്കും അദ്ദേഹം. അങ്ങനെ ഇപ്പൊ ഞാൻ നൻപകലിലെ സുന്ദരത്തിന്റെ ലുക്ക് ഞാനാണ് ചെയ്തത്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു എനിക്ക്. അബിക്ക് അത് കൺവേ ചെയ്യാനും അബിക്ക് അത് ഡീൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഞാൻ പേഴ്സണലി നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് പേഴ്സണൽ സ്റ്റൈലിസ്റ്റുമാർ ആർട്ടിസ്റ്റിനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയണം, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കംഫർട്ട് സോൺ ആക്കണം, ആർട്ടിസ്റ്റിന് അത് ഇഷ്ടപ്പെടണം, ആർട്ടിസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഒക്കെ വരും. അതെനിക്ക് നൻപകലിൽ അബിയായിരുന്നു എന്നെ കൂടുതൽ ചോദ്യം ചെയ്തത്. കാരണം അബിയുടെ അടുത്താണ് കൂടുതൽ ഇത് പറഞ്ഞത്, ഇത് ഏത് ഫാബ്രിക്കാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. കാരണം അബീനെ അതിനു വേണ്ടി വെച്ചെന്താണ് ഇങ്ങനെ മെറ്റീരിയലിനകത്ത് ക്ലാരിഫിക്കേഷൻ കുറവ്, അല്ലെങ്കിൽ ഇക്കനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത, അത് എല്ലാ കോസ്റ്റ്യൂമേഴ്സും ചിലപ്പോൾ ചെയ്യില്ല. പേഴ്സണൽസിന് മാത്രമാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പേഴ്സണൽ, ഇപ്പോൾ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പേഴ്സണൽ ഡിസൈനേഴ്സ് ഉണ്ട്. മലയാളത്തിൽ മാത്രം കുറച്ച് പേർക്ക് മാത്രമാണ് പേഴ്സണൽ ഡിസൈനേഴ്സിനെ കൊണ്ടുനടക്കുന്നത്. ബാക്കി പുറമെ എല്ലായിടത്തും പേഴ്സണൽ ഡിസൈനേഴ്സ് ഉണ്ടാവും. ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റുമാരായിരിക്കും ചെയ്യാം. ബാക്കിത്തെ വരുന്ന കോസ്റ്റ്യൂംസ് ആയിരിക്കും കോസ്റ്റ്യൂം ഡിസൈനർ നിന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് മമ്മൂക്കയിൽ മാത്രമാണ് തോന്നിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ചോദിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കെട്ടിയോളാൻ്റെ മാല എന്ന പടത്തിൽ ആസിഫ് അലി ഒരു ഡ്രസ്സ് ഇടേണ്ട ആളല്ല. കാരണം അതിനകത്ത് കൊടുത്തിട്ടുള്ള കല്യാണത്തിന് മുമ്പുള്ള സീനും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിലിട്ടുന്ന സീനുകളും മൊത്തം ആ നാട്ടും പുറത്തുള്ള ആളുകളുടെ കോസ്റ്റ്യൂംസാണ്. ആ നാട്ടും പുറത്തുനിന്ന് ഞാൻ പുതിയത് കൊടുത്ത് പഴയത് മേടിച്ചതും അവിടുന്ന് നാട്ടുകാരുടെ അടുത്ത് നിന്ന് സോഴ്സ് ചെയ്തതും, പിന്നെ എൻ്റെ വീട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്ന നൈറ്റിയും അണ്ടർസ്കർട്ട് എല്ലാം പഴയതായിരുന്നു. അത് എന്നെ ഡയറക്ടർ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് വന്നിട്ട് നമ്മള് സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പുതിയത് ഉണ്ടാക്കുക, പുതിയത് കൊടുക്കുക, പുതിയ തുണി വെച്ച് തയ്ക്കുക, അതാണല്ലോ ഡിസൈനറുടെ ജോലി. ഇങ്ങനെയായിരുന്നു ഞാൻ സിനിമേനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് 5 പടം വർക്ക് ചെയ്തു, 6 പടം വർക്ക് ചെയ്തു. 6 പടത്തിലും എനിക്ക് ഡള്ളിങ്ങിനെ കുറിച്ച് ചീത്ത ഇട്ടിട്ടില്ല. ഞാൻ കെട്ടിയോളാണ്ട് മല വർക്ക് ചെയ്യുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് എന്നെ നിസാമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് എൻ്റെ അടുത്തൊന്നും നമ്മുടെ കഥാപാത്രം ഈ ആളുകളെ പോലെ തന്നെയായിരിക്കണം. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ കണ്ടിട്ട് പോയിട്ട് ഫാബ്രിക് സോഴ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആസിഫ് എങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിസാമൊക്കെ എന്നെ പേഴ്സണലി മാറ്റിക്കൊണ്ടുവരുന്നിട്ട് നല്ലൊരു ഉപദേശം തന്നു. നമ്മൾ സിനിമ ഉണ്ടാക്കണം, ആ സിനിമയിൽ കഥാപാത്രങ്ങൾ ഇണങ്ങിച്ചേരണമെങ്കിൽ ജീവിതമായിട്ട് കുറച്ച് കണക്റ്റഡ് ആവണം. പിന്നെ ആ ഗ്യാപ്പിലാണ് ഞാൻ മഷറംസാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഈ ഗ്യാപ്പ് കിട്ടി. അപ്പോൾ മഷറിക്കയുടെ കമ്മട്ടിപ്പാടൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റൈൽസിനെ കുറിച്ച് മഷറിക്കനോട് പറയും, ഈ പുതിയത് കൊടുത്ത് പഴയത് മേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കണേ, അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രം മതി. അന്ന് എനിക്ക് കുറേ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ നിസാമൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആളുകൾക്ക് പുതിയത് കൊടുത്തിട്ട് പഴയത് മേടിക്കാം. അങ്ങനെ നമ്മൾ കളക്ഷൻ തുടങ്ങി. അങ്ങനെ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ നാട്ടിലുള്ള കംപ്ലീറ്റ് ആളുകളുടെ ഡ്രസ്സസും പിന്നെ നാട്ടിൽ നിന്നും കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തു തോന്നു. എന്നിട്ട് ഇതെല്ലാം മെഷർ ചെയ്തിട്ട് ആസിക്കയുടെ കറക്റ്റ് ചെയ്ത സൈസൊക്കെ ആണോ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റിയിട്ടു. ദെൻ അതിന് ഞാൻ MSc പഠിച്ചത് കൊണ്ടും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടും ജംസിനെ കില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള പ്രശ്നം. പിന്നെ നമ്മളൊരു ആർട്ടിസ്റ്റിന് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ഉണ്ട്. ഞാൻ പല പ്രാവശ്യം നിസാമൊക്കെ അടുത്ത് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, ഇക്കാര്യം എങ്ങനെ നമ്മളൊരു ആർട്ടിസ്റ്റിന് എങ്ങനെ ഇടിക്കും നമ്മൾ. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം, ആസിഫ് അതിനകത്ത് കംഫർട്ടായിരിക്കും എന്ന് നിസാമൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു ഷർട്ടും മുണ്ടിട്ട് ആസിക്ക് കാരവാനിൽ നിന്ന് കോസ്റ്റ്യൂം ഇട്ടിട്ട് ആസിക്ക് പോയതിന് ശേഷവും ഈ പുറത്ത് വന്ന് നിന്നിട്ട് ഫാൻസുകാർ പയ്യന്മാരിങ്ങനെ നോക്കിക്കാണ് ആസിക പോയി കേട്ടോന്ന് ചോദിക്കാണ്. മച്ചാൻ ആസിക വെച്ചിട്ടുണ്ട്. കാരണം അന്ന് ആസിക വന്ന ഒരു കുർത്ത ഇട്ടിട്ടാണ്, കുർത്തയും ഒരു ഡെനിയും ഇട്ടിട്ട് ഭയങ്കര നല്ല അച്ചായൻ്റെ ലുക്കിൽ വന്നു. പെട്ടെന്ന് വന്നത് സ്ലീവ് അച്ഛനായി. പിന്നെ അതുപോലെ റബ്ബർ വെട്ടേണ്ട കോസ്റ്റ്യൂം ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മളത് ഉണ്ടാക്കാൻ നോക്കി, ഈ റബ്ബറിൻ്റെ കറകളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ നോക്കി. ബട്ട് അതിനൊരു ലൈഫില്ല. അത് പിന്നെ എനിക്കൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇന്നായിട്ടോ ഞാൻ പറയണ ഇതൊരു ഭയങ്കര രസമുള്ളൊരു ക്രേസിങ്. ആളുകളുടെ വീട്ടിൽ പോയിട്ട് ചേട്ടാ പഴയ ഷർട്ട് ഉണ്ടോ, അപ്പൊ അവര് ചോദിക്കും നമ്മള് പോകുന്ന ലുക്കൊക്കെ ഭയങ്കര പ്രീമിയം ലുക്കിലൊക്കെ. അന്ന് ഞാൻ കുറച്ച് ബ്രാൻഡ് അന്ന് വരുന്ന സമയത്ത് കുറച്ച് സ്റ്റൈൽ കോൺഷ്യസ് ആയിരുന്നു. പിന്നീടാണ് ഡിസൈനറിനകത്തേക്ക് മാറിയത്. പിന്നെ കുറേ നാൾ റിയലിസം മാത്രമായിരുന്നു. ഒരു പാൻറ് മേടിച്ച് കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം ഇട്ട് നശിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ റിസർച്ചിങ്ങിനകത്തേക്കൊക്കെ ഇറങ്ങിയത്. പിന്നെ ഈ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ കൂടുതലും അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഡിസൈൻ ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു ക്രേസൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പാൻറ് നാട്ടും പുറത്ത് ഏതൊരു ചേട്ടൻ്റെ റബ്ബർ കെട്ടാരൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറേ ആളുകളുടെ വീട്ടിൽ പോയിരുന്നു. കാരണം പാൻറ് വേണം, നമുക്ക് പാൻറ് വേണമെന്ന് കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ വീട്ടിൽ പോയി ലാസ്റ്റ് ഒരു ചേട്ടൻ്റെ വീട്ടിൽ അത് അത് കളയാനിട്ട ഡ്രസ്സാണത്. അത് അത്രയും ഉപയോഗിച്ച് അതിനെ ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള സീനിലാണ് പുള്ളി അതിനെ ഉപയോഗിച്ചത്. അങ്ങനെ ഞാൻ പോയി അത് കളക്ട് ചെയ്ത് വന്നിട്ട്
നമ്മളതിനെ വാഷ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അത് മൊത്തം അഴിച്ചിട്ട് ഉള്ളിൽ മൊത്തം ലൈനിങ് ഇട്ട് തയ്ച്ച്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു സ്കിൻ ടൈറ്റ്സും കൂടി ഞാൻ ഇപ്പോഴേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ഭയങ്കരമായിട്ട് അത് ജെംസ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എനിക്ക്, കാരണം റബ്ബർ കറയാണ്. അത് ഞാനിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ കറയൊക്കെ വീണ്ടും അലമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫുള്ള് മൊത്തം അഴിച്ച് ഫുള്ള് ലൈനിങ് ഇട്ട് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ സ്കിൻ ലെയർ മാത്രമേ വേറൊരു സ്കിൻ ടൈറ്റ്സും കൊടുത്തിട്ടാണ് ഞാൻ ആസിഖിനെ കൊണ്ട് പ്ലാന്റ് ഇടിച്ചത്. ആസിഖ ഭയങ്കര കൊളാബറേറ്റർ ആയിരുന്നു. ആസിഖ പടം കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കപ്പ് പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, പാക്കപ്പ് പാർട്ടിക്ക് ഞാൻ അന്നാണ് എന്നെ കുറിച്ച് ജഡ്ജ് ചെയ്യണം. ഓക്കെ, ഞാനൊരു സിനിമയുടെ ഡിസൈനർ ആയിരുന്നത്. ആസിഖ മറ്റേ എല്ലാവരെയും കുറിച്ച് പറയുന്ന സമയത്ത് കോസ്റ്റ്യൂം RG വയനാടനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ആസിഖ പറഞ്ഞ എങ്ങനെയാണത്, എൻ്റെ ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന് എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് എൻ്റെ 50% ഞാൻ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർക്കും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് പിന്നീട് ഉള്ള കുറേ സിനിമകൾ റിലീസത്തിൻ്റെ മറ്റേ ക്രേസിലാണ്. പിന്നെ എനിക്ക് മിന്നൽ വന്നു. മിന്നൽ ഈ പറഞ്ഞ മാതിരി 90s അഡോപ്റ്റ് ചെയ്യാന്ന് പറയുന്നതും ഭയങ്കര ക്രേസ് ആയിട്ട് ഞാൻ പോയിട്ടുള്ള ഒരു ഏരിയ. അതിനകത്ത് ഞാൻ ഇങ്ങനത്തെ കമ്മൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പവിയുടെ സ്കെച്ചിങ്ങിൽ തന്നെ എനിക്കൊരു ബേസ് വന്നിട്ടുണ്ടായിരുന്നു. അഭിഭാസ് എന്ന് പറഞ്ഞൊരു റെഡ് ടീഷർട്ട് ഒരു ബ്ലൂ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ബേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതേപോലത്തെ ഒരു കമ്മൽ എനിക്കൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ വേണം, ഏത് ഡിസൈൻ വേണമെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. കമ്മലുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ സോഴ്സിങ്ങിനകത്ത് അങ്ങനത്തെ സാധനങ്ങൾ ക്രേസ് ഉള്ളത് കൊണ്ട് അത് തപ്പിപ്പിടിക്കാനും പിന്നെ ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഞങ്ങൾ സോഴ്സിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കുറേ കടകളിൽ കയറിയിട്ടുണ്ട് അതിന് വേണ്ടി. കാരണം ഈ കാലഘട്ടം തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ റയറാണ്. അപ്പോൾ പിന്നെ ഔട്ട് ഓഫ് ദ കൊച്ചി വിട്ടിട്ട് ഏറ്റവും ഉള്ളേരിയകളിലുള്ള കടകളൊക്കെ പഴയത് തന്നെയായിരിക്കും. ഈ പറയുന്ന മാതിരി നമ്മൾ ഇച്ചിരി കൂടി എന്താ ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫാഷൻ പെട്ടെന്നൊന്നും അപ്ഡേറ്റ് ആവില്ല. കാരണം ഒരു ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അത് കളയുള്ളൂ. അങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ സജഷൻ പറഞ്ഞിട്ടാണ് ഞാൻ കട്ടപ്പനയിൽ ഒരു കടയുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടപ്പനയിലേക്ക് ഞാൻ സോഴ്സിങ്ങിന് പോയി. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി കേട്ടോ. കാരണം 10-25 വർഷം ബാക്കിലുള്ള ഒരു കട. ഇനി ആ കടയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കടക്കാരെ വിളിച്ച് അത്രയും വർഷം പുറകിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത് 2000 ടാഗുള്ള റഫ് ആൻഡ് ടഫിന്റെ ജീൻസ് ഞാൻ അവിടെ നിന്ന് മേടിച്ചു. 2000 പ്രൊഡക്ഷൻ ടാഗുള്ള റഫ് ആൻഡ് ടഫ്. ആ കടയുടെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ കടകൾ പൂട്ടി പോകുന്ന ലേലത്തിൽ പിടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറേ വർഷം കേസിൽ കിടന്നിട്ടൊക്കെ ആയിരിക്കാം ഈ സ്റ്റോക്സ് ഒക്കെ സെല്ല് ചെയ്യുക അവർ. അപ്പോൾ അങ്ങനെ കുറേ കടകളിൽ സെയിൽസിന് ബൾക്കായിട്ട് മേടിക്കുന്നവർ അത് ഇതേപോലെ റാക്കുകളൊക്കെ ഇട്ട് ഭയങ്കര ഈ മാക്സിലും സുദിയോയിലൊക്കെ ഇരിക്കുന്ന മാതിരി അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ എല്ലാം പഴയതാണ്. അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്. കാരണം ഇനിയും നാട്ടുകാർക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ ഡിസൈൻസ് ഉള്ള അവിടെ പോയി ആ ഗോഡൗണിൽ നിന്നാണ് എനിക്ക് റഫ് ആൻഡ് ടഫും സാധനങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ സൂപ്പർ ഹീറോയിനൊക്കെ സെപ്പറേറ്റ് ബഡ്ജറ്റാണ്. പക്ഷെ കാലഘട്ടത്തിലുള്ള മറ്റേ പുണ്യാളൻ്റെ കോസ്റ്റ്യൂമ് പിന്നെ ബാക്കിയത്തെ എൻ്റെ ക്യാരക്ടറിൻ്റെ പരിപാടികൾ മൊത്തം ഈ ഇതാണ്. എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റിനും ഞാൻ കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട്. ഒരാളെ പോലെ ഞാൻ അതിനകത്ത് മാറ്റിയിരുന്നത് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇട്ടുകൊണ്ട് വന്ന 90s കിട്ടില്ല, എൻ്റെ അവാർഡിനെ ബാധിക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യനോട് പറയും. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു അസോസിയേറ്റ് കുറേ പേരുണ്ട്. അതിനകത്ത് ഡിനോ എന്ന് പറയുന്ന അസോസിയേറ്റാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. ഡിനോ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനിക്സ് എന്ന് പറയുന്ന പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിനോനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് പറയും, ഡിനോ നമ്മൾ ഈ പടത്തിൽ അവാർഡ് മേടിച്ചില്ലെങ്കിൽ മലയാള സിനിമയിൽ എന്തൊക്കെ പണിയെടുത്താലും ഇനി അവാർഡ് കിട്ടില്ല. കാരണം അത് അത്രയും പണിയെടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉറക്കമില്ലാഞ്ഞിട്ട് സോഴ്സിങ്ങിന് പോവാം. ചില ദിവസം വയനാട് നിന്ന് KSRTC ബസ്സിൽ കയറിയിട്ട് കൊച്ചിയിൽ വരും, രാവിലെ പർച്ചേസ് ചെയ്യും, തിരിച്ച് ബസ്സിൽ കയറി പോകും. അങ്ങനെ ഡെയിലി അങ്ങനെ ഒരു ഒന്നരാടമായിട്ട് ഞാൻ ഒരു 10-20 ദിവസം അങ്ങനെ സോഴ്സിങ്ങിന് വന്നിട്ട് നടുവൊക്കെ പഞ്ചറാക്കി പണിയെടുത്ത പാടാണ്. അപ്പോൾ നമ്മൾ പറയും, വേദന കൊണ്ട് പറയുന്നതാണ്, അച്ഛനെ ഈ പടത്തിൽ കിട്ടിയില്ല പിന്നെ ഏത് പടത്തിലാണ് നമ്മളിങ്ങനെ പണിയെടുത്ത കേട്ടാ അത് ദൈവമായിട്ട് എനിക്ക് തന്നു എന്നുള്ളതാണ് എനിക്ക് ആ പടത്തിൽ നിന്ന് കിട്ടിയൊരു റിവാർഡ് അല്ലേ. അപ്പം ലൈക്ക് ഓരോ റിജക്ഷൻസും ഫെയിലിയേഴ്സും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് മിന്നല്ലേ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഓരോ ഫെയിലിയേഴ്സൊക്കെ വരുമ്പം എങ്ങനെയാണ് മെൽവി അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പിന്നെ ഓരോ വർക്ക്സ് വരുമ്പോഴത്തേക്കും വരുന്നത്, എസ്പെഷ്യലി ഇൻ മലയാളം ഇൻഡസ്ട്രി? ശരിക്കും ഈ പറയുന്ന ഫെയിലിയേഴ്സാണ് നമ്മുടെ ലൈഫിലേക്കുള്ള ഗ്രോപ്പ് തരാം. അതായത് നമ്മളൊരു സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് വീണ് പോകുന്ന സമയത്ത് നമ്മൾ റീതിങ്ക് ചെയ്യും നമ്മുടെ ലൈഫിൽ ഇനി എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ അതെനിക്ക് വാശിയാണ്. നമ്മൾ തോറ്റുപോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് അവിടെ ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി. ഞാൻ അതുകൊണ്ടായിരുന്നു കുറേ നാളൊന്നും നമ്മളിങ്ങനെ വരാതിരുന്നത്. കാരണം എൻ്റെ കറക്റ്റ് സ്പേസ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വന്ന് അങ്ങനെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരാളുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇപ്പോൾ ഒരു 35 ഫിലിംസോളം ഞാൻ ചെയ്തിട്ടുണ്ട്.
അതിനകത്ത് കുറേ സിനിമകൾ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ സിനിമകൾക്ക് നല്ല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ദെൻ ഇപ്പോൾ ഒന്ന് ഞാൻ ആരാന്ന് റിവീൽ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ക്യൂ വിളിച്ചപ്പോഴായാലും ഞാൻ പോകാൻ തയ്യാറായതൊക്കെ. മിന്നൽ കഴിഞ്ഞിട്ട് എനിക്ക് ഷോക്കേസ് ചെയ്യായിരുന്നു, ഞാനതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഷോക്കേസ്. കുറേ പേര് തന്നെ, കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും തന്നെ അറിയാം, ഔട്ട് ഓഫ് ഇൻഡസ്ട്രി തന്നെ ആർക്കും അറിയില്ല. ഇപ്പോഴാണ് കുറെ ആളുകൾക്ക് ഇപ്പൊ ഈ പേര് ഇങ്ങനെ കേട്ട് വരുന്നത്. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ച വേറൊരു കാര്യം, മുടി രണ്ട് സൈഡും രണ്ട് കളറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം വൈറ്റ് തന്നെ, ഒരു ഭാഗം ബ്ലാക്ക്. അത് ലൈക്ക് ചുമ്മാ അങ്ങ് ട്രൈ ചെയ്തതാണ്. എൻ്റെ അടുത്തൊക്കെ ഡിസൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് ചില ആളുകൾ പറയും, അച്ഛാണ് എൻ്റെ ബോഡിക്ക് ചേർന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, അതിനകത്ത് എനിക്ക് സജഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടിപൊളി ഔട്ട് കൊടുക്കാൻ പറ്റും. അതിനകത്തൊരു 10 ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് മച്ചാൻ ഇതേപോലെ ആക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. കാരണം അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ വേറെ ഫിഗറോ, ഇപ്പോൾ ഒരു തടിയുള്ള ആൾ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ കൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിട്ട് പറയാണ് ഇതേപോലെ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാളി പോകുന്നത്. പക്ഷെ അതേപോലെ തന്നെ ആർജിയുടെ അടുത്ത് ഞാൻ സജഷൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് വൈറ്റ് ഹെയർ വേണം, ചെറിയ 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 വൈറ്റൊക്കെ ആയിട്ട് പാച്ച് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ആർജി ഒന്നും കുഴപ്പമില്ല, പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ അനീഷ് എന്ന് പറഞ്ഞൊരു വർക്കറുണ്ട്, അവനും കൂടിയാണ് നമ്മളത് ചെയ്തതാണ്. നമ്മൾ അതറിയായിരുന്നു എന്തായാലും അവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ മാട്ടി എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ എൻ്റെ ഫ്രണ്ടാണ്. അവർ രണ്ടുപേരുടെ അടുത്ത് ഞാൻ പോയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ തല വെറുതെ വെച്ച് കൊടുക്കാറുള്ളൂ. ഓക്കെ, ആപ്റ്റായിട്ടുള്ള സ്റ്റൈൽ വെട്ടിക്കോ, അത് വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയാറുണ്ട്. ചിലരുടെ അടുത്തുള്ള ഒരു കോൺഫിഡൻസ് ആണ്. എനിവേ ഈ ഒരു അപ്പിയറൻസ് ഫൈനലി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പല സൈഡിൽ നിന്നും പല കൈൻഡ് ഓഫ് കോമൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ചിലർക്ക് ഈ ഒരു ഗോത്തിക് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ചിലർ ഇങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് കണ്ടിട്ടേ ഇല്ല. എസ്പെഷ്യലി പീപ്പിൾ ഹാവ് എ പ്രോബ്ലം ബിക്കോസ് മെൻ ഇസ് ആക്സസറൈസിങ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ എന്താണ് അതിന് മേലേക്ക് പറയാനുള്ളത്? അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു തുടങ്ങിയ കാലം തൊട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സസ് ഡിസൈൻ ചെയ്തിടൽ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പണ്ടായാലും ഡ്രസ്സസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് വിയോജിപ്പുണ്ട് എൻ്റെ സ്റ്റൈൽസിനോട്. അതിനകത്ത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് വന്ന് കുറേ ആളുകൾ ഇങ്ങനെ ഇട്ട്, കോളേജിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആഫ്റ്റർ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇടാൻ ഭയങ്കര ക്രേസാണ്. ഞാൻ ആദ്യം എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇതൊക്കെ പ്ലേസ് ചെയ്യാറുള്ളത്. അന്ന് ഇപ്പോൾ വൈഫാണ് അവൾ. അപ്പോൾ അവളുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യും, അപ്പോൾ അവൾ എന്നെ കളിയാക്കും. ഓക്കെ, അവൾ കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അങ്ങനെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എടുക്കും. പിന്നെ ഇതിട്ടിട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ കളിയാക്കൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. കാരണം എൻ്റെ ഡിസൈൻസ് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറ്റൻഡ് ആയത് എന്താ പറയുക, നമ്മൾ നോട്ടീസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാതിരി ജീൻസ്, ഷർട്ട്, മുണ്ട്, ഷർട്ട്, ജീൻസ്, ടീഷർട്ട്, പാൻറ്, ടീഷർട്ട്, പാൻറ്, ജീൻസ്, ഇതിനപ്പുറത്തേക്ക് മെൻസിന് ചിന്തിക്കാൻ വേറൊരു സ്റ്റൈൽസ് ഇല്ല. ബേസിക് സാധനങ്ങൾ ഇതാണ്. പിന്നെ കല്യാണത്തിന് പോയാൽ കോട്ട് ഇടണം, അന്നായിരിക്കും ജീവിതത്തിൽ കോട്ട് ആദ്യമായിട്ട് ഇടുന്നത്. അതേപോലെ ഷെർവാണിയോ ജോധ്പൂരി എന്ന് പറയുന്ന സ്റ്റൈൽസ് ഒക്കെ അപ്പോഴായിരിക്കും ഒരു മെജോറിറ്റി പീപ്പിൾസ് ഇവിടെ ഉള്ളവർ ഇടുന്നത്. അല്ലാതെ അവർക്ക് ഇടാൻ പറ്റുന്ന ഈ ഷർട്ടും പാൻറ്റൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ 8ാം ക്ലാസ് തൊട്ട് തയ്യൽ പഠിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ അമ്മയുടെ ചേച്ചി ടൈലറാണ്. അപ്പോൾ അമ്മയുടെ ചേച്ചി പഴയ മിഷൻ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അതുമ്മ തൊട്ട് ഗ്രേസുമ്മ വെറുതെ വണ്ടി ഓടിക്കാൻ കയറിയുന്നതാണ്. അതുമ്മ കയറി നിന്നിട്ട് നമ്മൾ അതിൻ്റെ വീലിൽ വേണ്ടിയാണ്. അപ്പം അത് പിന്നെ ചവിട്ടി പഠിക്കാൻ എനിക്കൊരു ക്രേസ് ഉണ്ടെന്ന് മനസ്സിലായി. അമ്മയുടെ ചേച്ചി മറ്റേ വീട്ടിൽ വെക്കേഷനിൽ നിൽക്കാൻ വരുന്ന സമയത്ത് വില്യംച്ചി ഇങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് തരും, അതായത് ഇങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ വരച്ച് തന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറയും. സ്പൈറലൊക്കെ ഇട്ട് തന്നിട്ട് നീ അങ്ങനെ എനിക്ക് ആ സ്റ്റിച്ചൊക്കെ കാണിച്ചു തരാൻ പറയും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രേസാണ്. കാരണം ഇത് ആദ്യത്തെ ദിവസം ഒന്നും ചവിട്ടുമ്പോൾ കിട്ടൂല അത്. പിന്നെ അത് അടുത്ത പ്രാവശ്യം വില്യംച്ചി വരുമ്പോൾ നമ്മളിതൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ നോട്ടഡ് ഇട്ട് വെച്ചിട്ടുണ്ടാവും പേപ്പറിനകത്തും. മറ്റേ പേപ്പറിലാണ് ആദ്യം വില്യംച്ചി തന്നത്, പിന്നെ അത് ഒരു തുണി തന്നു, തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വന്നു. പിന്നെ അത്രയും ബേസിക് സ്റ്റിച്ച് മതി എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ കുറച്ച് പാറ്റേൺസ് ഒക്കെ വലിയ പഠിപ്പിച്ചു തന്നു. പിന്നെ എൻ്റെ നാട്ടിൽ കുറച്ച് ചേട്ടന്മാരുടെ അടുത്തൊക്കെ ക്ലാസ്സിന് പോയിരിക്കും. പിന്നെ 8ാം ക്ലാസ് തൊട്ട് ഞാൻ തയ്യൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ അന്ന് ഷർട്ടും പാൻറ്റൊക്കെ സ്വന്തമായിട്ട് തയ്ച്ചിട്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഡിസൈനറായി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് നിന്നില്ലേ, അപ്പോൾ ഞാൻ എല്ലാത്തിലും ഓൾട്ടറേഷൻ പരിപാടിയൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഗൈഡൻസ് വന്നു. അങ്ങനെ ടൈലറിങ് ഫോക്കസ് ചെയ്യേണ്ട, സ്റ്റൈലിസ്റ്റായിട്ട് നിൽക്ക്, ദെൻ പാറ്റേൺസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ അറിയാമല്ലോ, അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോയത്. ബട്ട് ഇപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ പേഴ്സണലി കസ്റ്റമൈസ് ചെയ്ത് തന്നെ ഇടാറുള്ളത്. ഓക്കെ, സോ ഞാൻ ചോദിക്കുകയാണ്, മലയാളത്തിൽ ഏറ്റവും അടിപൊളി സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള നടൻ ആരാണ് ആൻഡ് വൈ? മമ്മൂക്ക. വൈ വുഡ് യു സേ ദാറ്റ്? അത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ മമ്മൂക്ക ഫാൻ ബോയാണ്. ഭയങ്കരമായിട്ട് കോളേജിലും സ്കൂളിലും എല്ലായിടത്തും മമ്മൂക്ക ഇങ്ങനെ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവുമല്ലോ,
അതിനകത്ത് ഭയങ്കരമായിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്ക ഈ ഏജിലായാലും യൂത്ത് ഐക്കൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ സ്റ്റൈൽസും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊരു ആർട്ടിസ്റ്റിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഒരു കൺസിസ്റ്റിംഗ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ എനിക്ക് മമ്മൂക്കയുടെ മാത്രം. മമ്മൂക്ക എല്ലാം ബ്രാൻഡ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. മമ്മൂക്ക കസ്റ്റമൈസ്ഡ് സാധനങ്ങളാണ് കുറേ യൂസ് ചെയ്യുന്നത്. അത് അബി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന കുറേ സാധനങ്ങൾ, അതിനകത്ത് എനിക്ക് ഭയങ്കര ക്രേസ് തോന്നുന്നു. ഇപ്പോൾ ഷാനിക്ക മമ്മൂക്കനെ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഷാനിക്കയുടെ കൂടെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഫസ്റ്റ് സ്റ്റൈലിസ്റ്റ് ആയിട്ട് വന്നത് ഷാനിക്കയുടെ കൂടെയാണ്. സുന്ദരിക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്റ്റൈലിങ് എനിക്ക് ഗൃഹലക്ഷ്മിയുടെ സ്റ്റൈലിങ് ഭയങ്കര വർക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഷാനിക്ക മമ്മൂക്കയുടെ പേഴ്സണലി ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഭയങ്കര വൈറൽ കണ്ടൻറ്റൊക്കെ മമ്മൂക്കയ്ക്ക് സ്റ്റൈൽ ചെയ്യാറുണ്ട്. ഷാനിക്കയുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും എനിക്ക് മമ്മൂക്ക മാത്രമാണ് അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ഇടുന്നുണ്ട്. ബട്ട് എല്ലാവരും ബ്രാൻഡിനെ ഫോക്കസ് ചെയ്ത് വലിയ ബ്രാൻഡ് ലേബിളുള്ള ടീഷർട്ട്സ് ഇടുക, അതിനകത്ത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതങ്ങനെ ബ്രാൻഡ് ഫോളോ ചെയ്യുന്ന കുറേ ആളുകൾ. എനിക്ക് രാജുവേട്ടനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടെന്ന് തോന്നുന്നു. രാജുവേട്ടൻ ഭയങ്കര ക്യാരി ചെയ്യാൻ പറ്റുന്ന ആളാണ്. ആസിക ഭയങ്കര സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റും പരിപാടികളൊക്കെ ഉള്ള ആളാണ്. ആസികേനെയും സ്റ്റൈൽ ചെയ്താൽ നല്ല രസമുണ്ട്. റൈറ്റ് ഹാൻഡിൽ വാച്ച് കിട്ടുന്നല്ലേ? ഞാൻ മലയാളത്തിലെ ഒരു നടനേ ഉള്ളൂ, ആസിഫ് അലി ആണോ അത്? ആസിക്കാൻ തോന്നുന്നു. അപ്പോൾ ആസികയും പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ്. ആസിക്കേനും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. പിന്നെ ഷൈനികം അവന് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും അവൻ. ഞാനൊരു വനിതയുടെ ഒരു ഷൂട്ട് ചെയ്തിരുന്നു. ഉമ്മയുടെ അവൻ്റെയും കൂടിയും ഒരു പിങ്ക് ബ്ലേസർ ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ അർജുൻ നല്ല രസമുണ്ടാവും സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. ഇവരൊന്നും അങ്ങനെ ഇപ്പം ഈ പറയുന്ന മാതിരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് രൺവീർ സിംഗ് ആണ്. അയാൾ പുറത്തേക്ക് തന്നെ അങ്ങനെ ആരും ഫോളോ ചെയ്യുന്നില്ല. അത് ചില ആളുകൾക്ക് പറ്റുന്നുണ്ട്, ചില ആളുകൾ ചെയ്യുന്നില്ല. അതിനകത്ത് ഇവിടെ മലയാളത്തിലുള്ള മമ്മൂക്ക മാത്രമാണ്. മമ്മൂക്കയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഇപ്പോഴത്തെ പ്രായത്തിലും. അങ്ങനെ അത് നമ്മളും ഭയങ്കര രസമായിട്ട് നിന്ന് പോകും. ചില ദിവസമൊക്കെ മമ്മൂക്ക കാറിലൊക്കെ വന്നിറങ്ങണ കാണുമ്പോ, അപ്പോൾ ചില ഷർട്ടുകളും സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ കാണുമ്പോൾ ഭയങ്കര അയ്യോ കൗതുകം. എസ്പെഷ്യലി ബ്രഹ്മയുഗത്തിൽ ഞാൻ അത് ഭയങ്കര ഞെട്ടിക്കുന്ന ലുക്കായിരുന്നു. മറ്റേ പഴയ കാറിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലൊക്കെ വന്നിറങ്ങുന്നത് ഭയങ്കര. ഇപ്പോൾ ഒരു മറ്റേ ടർബോൻ്റെ ഒരു റാപ്പ് സോങ് വരാനുണ്ട്, അതിനകത്ത് ലുക്കും അടിപൊളിയാണ്. ആണല്ലേ? ഓക്കെ, നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇപ്പം അഭിജിത്തിനെ പേഴ്സണലി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അദ്ദേഹം മമ്മൂക്കാൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വില കേട്ടിട്ട് ഇത്രയും ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവർ ഉപയോഗിക്കുമോ എന്ന് കേട്ട് ഞെട്ടിയിട്ടുണ്ടോ? മമ്മൂക്കയ്ക്ക് കൂടുതൽ ഫാബ്രിക് കംഫർട്ടബിൾ ആണ് മമ്മൂക്ക നോക്കണേ. എനിക്ക് തോന്നിയിട്ടുള്ള അതിൻ്റെ വാല്യൂവിനകത്ത് കൺസേൺ അല്ല. ഇടുന്ന ഫാബ്രിക് മമ്മൂക്ക അത്രയും ആസ്വദിച്ച് ഡ്രസ്സ് ഇടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു മമ്മൂക്കയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള എല്ലാം കോട്ടൺ ലിനൻ ഷർട്ടുകളാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. അത് കോട്ടൺ ലിനനാണ് ഏറ്റവും പ്രീമിയം ഫാബ്രിക്, ഏറ്റവും കംഫർട്ടബിൾ ഫാബ്രിക് വെയർ ചെയ്യാൻ. അപ്പോൾ അത് കൂടുതൽ അബി അങ്ങനെ അതിന് പല കോട്ടൺ, ഇപ്പോൾ റയോണിൻ്റെ ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. റയോൺ ഭയങ്കര ചീപ്പർ പ്രൈസിൽ കിട്ടുന്ന റയോൺസാണ്, പ്രിൻറ്റഡ് റയോൺസൊക്കെ. അപ്പോൾ ഒരിടയ്ക്ക് മൊത്തം പ്രിൻറ്റഡ് റയോൺസൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ്. അതിനൊന്നും അത്ര പ്രൈസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കംഫർട്ട് സോൺ മാത്രം നോക്കുന്ന ആർട്ടിസ്റ്റായിട്ട്, അതായത് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യണം, അല്ലെങ്കിൽ കംഫർട്ടബിൾ ക്ലോത്തിങ്ങിനകത്ത് ഡ്രസ്സ് ഇടണമെന്ന് തോന്നുന്ന ഒരാളാണ് മമ്മൂക്കി. അബിയുടെ അടുത്ത് ഡിസ്കഷനിൽ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം അബി കൊണ്ടുവരുന്ന മെറ്റീരിയലൊക്കെ അബിയുടെ ടൈലറില്ലെങ്കിൽ ഞാൻ എൻ്റെ ടൈലറെ കൊണ്ട് തയ്പ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഫാബ്രിക് നമ്മൾ സോഴ്സിങ്ങിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പല കടകളിലും. അങ്ങനെ. പിന്നെ ഇതേപോലെ നമ്മളെ ഞെട്ടിക്കുന്ന വേറെ എന്തെങ്കിലും വാർത്തയുണ്ടോ അതിനകത്ത്? ഇല്ല, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ ഡ്രസ്സിങ്ങിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് കൺസേൺ ഉള്ള ഒരാളാണ് കണ്ടിട്ടുള്ളത്. കാരണം എന്താ വേണം, കംഫർട്ട് സോൺ കൂടുതൽ നോക്കുന്ന ഒരാളാണ് കണ്ടിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് കേട്ടിട്ടുണ്ട്. പിന്നെ ഷൂസ് ആയാലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ചെരുപ്പിൻ്റെ കാര്യത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ പാരഗണിൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് ലൊക്കേഷനിലേക്ക് വരുന്നത്, പാരഗൺ ഭയങ്കര കംഫർട്ടാണ് നമുക്ക്. പിന്നെ കൂടുതൽ കെട്ടി ചെരുപ്പുകൾ ഇപ്പോൾ ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ഒരു ചെരുപ്പാണ് മറ്റേ ടർബോ ജ്യൂസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ത്രൂ ഔട്ട് ആ ഒരു ബ്ലാക്ക് കളർ ഇത് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ തന്നെ ആണ്? അല്ലല്ല, എല്ലാം പടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മള് കസ്റ്റം, അതായത് ഇപ്പൊ നമ്മളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പോൾ അതിപ്പോൾ ബ്രാൻഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ, ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ബ്രാൻഡാന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അതിന്റെ ബ്രാൻഡ് ലേബൽ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ചെരുപ്പാണ് മേടിച്ചത്. ബ്രിക്ക് ആൻഡ് സ്റ്റോക്കൊന്നും വലിയ എഴുത്തും കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. പക്ഷേ കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് അത് മേടിച്ചത്. കംഫർട്ട് സോണും ഇപ്പോൾ കോഡ്രോയ് ആണെങ്കിൽ കോഡ്രോയ് സാധാരണ ഭയങ്കര ഹാർഡ് ഫാബ്രിക്കാണ്. പക്ഷെ അബി അതിനകത്ത് കൊടുക്കുന്ന കോഡ്രോയ് ഭയങ്കര സോഫ്റ്റ് കോഡ്രോയ് ആണ്. അത് അബി ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്നോ സോഴ്സ് ചെയ്ത് അത് മൊത്തം കളർ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. കാരണം അത്
കംഫർട്ട് സോൺ നോക്കുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ കോട്രോയ് ഇട്ടിട്ട് ഭയങ്കര ചൂടെടുക്കും കോട്രോയ്. ഇതിനേക്കാളും ഹാർഡ് ഫാബ്രിക്കാണ് കോട്രോയ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് അവൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് തോന്നുന്നത്. അത് കാരണം അത് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നമിതയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ഞാൻ സിംബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിംബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അർമാനിയുടെ ജാക്കറ്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമുക്ക് കോപ്പി എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം അത് ആ ബ്രാൻഡ് ഭയങ്കര കംഫർട്ടബിളാണ്, ആ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ് കംഫർട്ടബിളാണെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളത് പോയി മേടിച്ചുകൊണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും മമ്മൂക്കയുടെ സ്പെഷ്യലായിട്ട് അങ്ങനെ എനിക്കറിയില്ല. നമ്മളങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ അങ്ങനെ പോയി ചെക്ക് ചെയ്യാറില്ല. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് മെൽവി. ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. എനിക്ക് ഈ റീൽസിലൂടെ അതിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മീറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എനിവേ ഫൈനലി സോ ഹാപ്പി ടു മീറ്റ് യു. എന്തായാലും ഫ്യൂച്ചർ വർക്ക്സിന് ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഇതേപോലെ നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.